ശ്രീമദ് ഭാഗവതം ക്ലാസ് 125. ഇന്ന് നമ്മൾ നോക്കുന്ന സ്കന്ധം 6 ഏഴാമത്തെ അധ്യായമാണ് ദക്ഷപുത്രിമാരുടെ വംശക്രമം. അപ്പം ദക്ഷൻ എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റാണ്. അതൊരു പ്രേരക ശക്തിയാണ്. അവിടെ നിന്നാണ് സൃഷ്ടിക്രമം മുഴുവൻ തുടങ്ങുന്നത്. കാരണം ഒക്ടറ്റ് റൂൾ പ്രകാരം കെമിസ്ട്രി പഠിച്ചവർക്കറിയാം, ഏറ്റവും പുറത്ത് ഓർബിറ്റിൽ 8 ഇലക്ട്രോണ് വേണം. 8 ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അത് എവിടെ നിന്നല്ല ഏതെങ്കിലും ആറ്റങ്ങളോട് കൂടിച്ചേർന്നിട്ട് അവിടെ 8 ആക്കാൻ ശ്രമിക്കും. ഏതെങ്കിലും തരത്തിൽ 8 ഉണ്ടായേ പറ്റും, അല്ലാതെ അതിന് നിലനിൽക്കാൻ പറ്റില്ല. ഇതിൽ നിന്നാണ്, അപ്പോൾ ആ ദക്ഷനിൽ നിന്നാണ് ഔട്ടർ മോസ്റ്റ് വാലൻസ് ഇലക്ട്രോൺ എന്നെല്ലാം പറയും. അതാണ് ആറ്റങ്ങളെ കൂടിച്ചേറുവാനും ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായി മാറുന്നതിന് പിന്നിലുള്ള പ്രേരക ശക്തി, ആ ഓർബിറ്റിൽ നിന്നുള്ള പ്രേരക ശക്തി. ആ ഓർബിറ്റിലൂടെ ഇലക്ട്രോണുകൾ മറ്റുള്ളവയായിട്ട് കൂടിച്ചേർന്നിട്ട് 8 ആക്കാൻ ശ്രമിക്കും. അപ്പോൾ ആ ഓർബിറ്റിലെ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് അത് പെൺമക്കളായിട്ട്, ദക്ഷൻ്റെ പെൺമക്കളായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. ആ പ്രേരക ശക്തി, ആ പെൺമക്കളിലൂടെയാണ് ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ട് ഈ പ്രപഞ്ചമെല്ലാമായി മാറിയത്. അപ്പം അങ്ങനെയുള്ള പ്രപഞ്ചം ഉണ്ടായതിന് പിന്നിലുള്ള ബലങ്ങളെ ദക്ഷൻ കുറേ പുത്രിമാരിലൂടെയാണ് ചിത്രീകരിക്കാൻ പോകുന്നത്. അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. അവരുടെ വംശമാണ് ദക്ഷ പുത്രിമാരുടെ വംശക്രമം. ഇപ്പം ദക്ഷൻ്റെ പുത്രിമാർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ, ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലെ ഇലക്ട്രോണുകളാണ്. അതാണ് പലതരത്തിൽ കൂടിച്ചേർന്നിട്ട് പല വസ്തുക്കളായിത്തീരുന്നത്, ജീവജാലങ്ങളായിത്തീരുന്നത്. അതുകൊണ്ട് ആ പ്രേരക ശക്തിയെ പെൺമക്കളിലൂടെ ചിത്രീകരിക്കുകയാണ്, പലതരം പെൺമക്കളിലൂടെ. അപ്പോൾ പലതരം പെൺമക്കളിലൂടെയാണ് പലതരം ജീവജാലങ്ങൾ, പലതരം വസ്തുക്കൾ ഉണ്ടാകുക. ഒരു മോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ തരം കുട്ടികളല്ലേ ഉണ്ടാകാൻ പാടുള്ളൂ. എല്ലാം ഉണ്ടാവണല്ലോ. പശു, പട്ടിയും, പൂച്ചി, കല്ലും മണ്ണും എല്ലാം ഉണ്ടാവണല്ലോ. അതുകൊണ്ട് അതിനെ തരംതിരിച്ചിട്ട് പലതരം പെൺമക്കളായിട്ട് പറയാൻ പോവുകയാണ്. അതിലേക്ക് നമുക്ക് കിടക്കാം. ഇത് കെമിസ്ട്രി പഠിച്ചവർക്ക് വളരെ രസകരമായിട്ട് തോന്നും. ആ വേദവ്യാസൻ്റെ ഭാവനാവിലാസം, സയൻസ് തത്വങ്ങൾ കഥരൂപത്തിൽ അവതരിപ്പിക്കാനുള്ള ആ ഒരു വൈഭവം, അത് കെമിസ്ട്രിയെല്ലാം പഠിച്ചവർക്ക് പെട്ടെന്ന് ആ മഹത്വം മനസ്സിലാവും. അല്ലാത്തവർക്ക് ഫോളോ ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ ഒന്നിൽ ശ്രീ സുഗൻ പറയുകയാണ്, ബ്രഹ്മാവിനാൽ സമാധാനിപ്പിക്കപ്പെട്ട ദക്ഷൻ ആദ്യം ഉണ്ടായ കുറേ എണ്ണം പോയല്ലോ, ഒരു 10,000 കണക്കിന്. അത് ഇനേർട്ട് ഗ്യാസസ് എന്നാണ് പറയുക. ഇനേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രലായിട്ട് നിൽക്കുന്ന, നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നത് തന്നെയാണ് കെമിസ്ട്രിയിൽ അതിന് പേര് കൊടുത്തിരിക്കുന്നത്. ഇനേർട്ട് ഗ്യാസസ്, നിഷ്പക്ഷമായി നിൽക്കുന്ന, ഒന്നിലും തലയിടാതെ നിൽക്കുന്ന, അത് തന്നെയാണ് ആദ്യം പോയ. അങ്ങനെ കുറേ ആറ്റങ്ങളുണ്ടായി. എത്രയോ, ഇപ്പം 30 കോടി വസ്തുക്കൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു 10,000-ഓളം ഇതാണ്. പിന്നെ ഉണ്ടായതാണ് ഇൻഓർഗാനിക് മെറ്റീരിയൽസ്, അതും ഒരു 10,000-ഓളം. ആ ഇൻഓർഗാനിക് മെറ്റീരിയൽസ്, അങ്ങനെ പേര് കെമിസ്ട്രിയിൽ തന്നെ ഇൻഓർഗാനിക് എന്ന് പറയാൻ കാരണം അത് ജീവജാലങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചതല്ല, അത് ഓർഗാനിക് മെറ്റീരിയൽസാണ്. അത് വേറെ തന്നെ കാറ്റഗറിയാണ്. അതും ഇൻഓർഗാനിക് ഒരു 10,000 വെച്ചങ്ങ് കളഞ്ഞു, അവരും പോയി. ഇനിയിപ്പം ഓർഗാനിക് മെറ്റീരിയൽസിലൂടെയാണ് പ്രപഞ്ച സൃഷ്ടി നടത്താൻ പോകുന്നത്. അതാണ് ദക്ഷൻ്റെ, അതിൽ പങ്കെടുക്കുന്നത് ഈ ഇലക്ട്രോണ് തന്നെയാണ് ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ. അപ്പം അതിനെ പെൺമക്കളായിട്ട്, ആ ഇലക്ട്രോൺ പെൺമക്കളായിട്ട്, പലതരം പെൺമക്കളായിട്ട് ചിത്രീകരിച്ച് പറയാൻ പോവുകയാണ്. അങ്ങനെ ദക്ഷൻ അസ്കിനി എന്ന ഭാര്യയിൽ, അപ്പം ദക്ഷൻ എന്നത് ഓർബിറ്റായിട്ട് കാണണം, എല്ലാ കഥയിലാണ് കഥാപാത്രമായിട്ട് വരുന്നത്. 60 പുത്രിമാരെ ഉൽപ്പാദിപ്പിച്ചു. അപ്പം 60 തരം ബലങ്ങളായിട്ട് അത് മാറുന്നു. ഈ ആറ്റത്തിൻ്റെ പുറത്തെ ഓർബിറ്റിൽ ആ പ്രേരക ശക്തി 60 പെൺമക്കളുടെ 60 തരം ബലങ്ങൾ പെൺമക്കളിലൂടെ, പ്രകൃതിയിലൂടെ മാറുകയാണ്.
പ്രകൃതിയാണ് സ്ത്രീ. പുരുഷ അപ്പോൾ വേറൊരു പ്രേരക ശക്തി, ഒരു പുരുഷനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. ആ പ്രേരക ശക്തിയിലൂടെയാണ് പിന്നെ പലതരം ജീവജാലങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ 60 പുത്രിമാരി ഉൽപ്പാദിപ്പിച്ചു. എന്നിട്ട് രണ്ടിലെന്ത് വരുന്നു? 10 പേരെ ധർമ്മദേവനും 10 പെമ്പിളറെ ധർമ്മദേവനും 13 പേരെ കശ്യ പ്രജാപതിക്കും 27 പേരെ ചന്ദ്രനും 2 പേരെ വെച്ച് രഥൻ, അങ്കീരസ്, കൃശാസ്തൻ എന്നിവർക്കും നൽകുന്നു. 4 പേരെ താർഷൻ എന്ന പേരുമാറിയ മറ്റൊരു കശ്യപനും നൽകുന്നു. അങ്ങനെ 60 എണ്ണത്തിനെ നൽകുന്നു, 60 പുത്രിമാരെ. അപ്പൊ 60 പുത്രിമാരിലൂടെയാണ് ഇതെല്ലാം പിന്നീടുള്ള ജീവജാലങ്ങളുടെ സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിപ്പിക്കുന്ന പ്രേരക ശക്തികളായിട്ട് കാണണം. ഇതൊന്നും കാരണം ഇവിടെ തന്നെ 20 പേരെ ചന്ദ്രനാണ് നൽകുന്നത്. അപ്പം ചന്ദ്രന് നൽകുക എന്ന് പറയുമ്പോൾ ചന്ദ്രൻ എന്താണ്? മനുഷ്യരൂപമൊന്നുമല്ല. പക്ഷേ നമ്മളെല്ലാം ഉണ്ടാകുമ്പോൾ അവൻ്റെ നക്ഷത്രം എന്താണെന്നാണ് ചോദിക്കുന്നത്. അത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? ചന്ദ്രൻ ഏത് നക്ഷത്രത്തെ? അപ്പം 27 നക്ഷത്രങ്ങളാണ്. 27 നക്ഷത്രങ്ങളെയാണ് ഇവിടെ ചന്ദ്രൻ്റെ പത്നിമാരായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലായിക്കൊള്ളണം, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. 27 ഭാര്യമാരും എന്ന് പറയുന്നത് 27 നക്ഷത്രങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കഥയിൽ പേരെല്ലാം കൊടുത്തിട്ട് പുത്രിമാർക്ക് പേരെല്ലാം കൊടുക്കും. കാർത്തിക എന്നെല്ലാം പറഞ്ഞ് സാരി ഉടുപ്പിച്ചിട്ട് കഥകളിൽ അവതരിപ്പിച്ചെന്ന് വരും. പക്ഷേ യഥാർത്ഥത്തിൽ കാർത്തിക എന്ന് പറഞ്ഞാൽ നക്ഷത്രമാണ്. അപ്പം ചന്ദ്രൻ കാർത്തികയിൽ നിൽക്കുന്നതാണെങ്കിൽ അന്നത്തെ നക്ഷത്രം കാർത്തികയാണ്. അതുകൊണ്ടാണ് ഒരു കുട്ടി ജനിക്കുമ്പോൾ അവൻ്റെ നക്ഷത്രം കാർത്തിക എന്ന് പറയുന്നത്. അപ്പം അവൻ്റെ ജനനത്തിന് ചന്ദ്രനും ആ കാർത്തിക നക്ഷത്രത്തിൽ നിൽക്കുമ്പോഴുള്ള പ്രേരക ശക്തിയാണ് ഒരു ഘടകം ആ വ്യക്തി ജനിക്കുന്നതിന്. ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ടാണ് ജനിക്കുന്നതെന്ന് പറയുമ്പോൾ ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെ സ്വാധീനത്തിലൂടെയാണ് അതാത് തരത്തിലുള്ള കുട്ടികൾ ജനിക്കുന്നത്. അപ്പോൾ അവൻ്റെ സ്വഭാവവിശേഷങ്ങൾ ഓരോ നക്ഷത്രത്തിനും ചില പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പം നമ്മളെല്ലാം ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പം ചന്ദ്രൻ ഒരു നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ ആ നക്ഷത്രവും ചന്ദ്രനും കൂടി നമ്മൾ സ്വാധീനിക്കുന്ന ആ ഒരു ബലമുണ്ടല്ലോ, അതാണ് കാർത്തിക നക്ഷത്രമായിട്ട് അല്ല അശ്വതി നക്ഷത്രമായിട്ട് ആ കുട്ടിയിൽ സ്വാധീനിക്കുന്നത്. അതെല്ലാം ചില പ്രേരക ബലങ്ങളാണ്. അപ്പം നക്ഷത്രത്തിലേക്ക് പിന്നീട് വരാം. ഇതേപോലെ 10 പേരെ ധർമ്മദേവനും 13 പേരെ കശ്യ പ്രജാപതിക്കും എല്ലാം ഇങ്ങനെ വിധിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് 3-ൽ പറയുകയാണ് ഇവരിലൂടെയാണ് പുത്രപൗത്രാദികളായ 3 ലോകങ്ങളും നിറഞ്ഞത്. അപ്പൊ ഈ ബലങ്ങൾ പലതായി തിരിഞ്ഞിട്ട് ഇവരിലൂടെയാണ് ഇത് പ്രകൃതി, ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. ഇനി അവരുടെ പേരുകൾ പറയുകയാണ്. ഇപ്പം ധർമ്മദേവന് ഈ ദക്ഷൻ ഏൽപ്പിച്ചു കൊടുത്ത 10 പേര് ഭാനു, ലംഭ, കകർ, ജാമി, വിശ്വ, സാധ്യ, മനസ്വിനി, വസു, മുഹൂർത്ത, സങ്കൽപ്പ എന്നിവയെല്ലാമാണ്. കശ്യപന് കൊടുത്ത 10. ഇതെല്ലാം ആ ഓർബിറ്റിൽ നിന്നുള്ള ദക്ഷൻ എന്ന ഓർബിറ്റിൽ നേറ്റത്തിൻ്റെ ഓർബിറ്റിൽ നിന്നുള്ള പ്രത്യേകതകളാണ്. ആ ഓർബിറ്റിൻ്റെ പ്രത്യേകത. ആറ്റങ്ങൾ പലതുണ്ട്, പലതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൻ്റെ പ്രത്യേകതകൾ അനുസരിച്ചിട്ടാണ് ജീവജാലങ്ങളെല്ലാം ഉണ്ടാകുന്നത്, വസ്തുക്കൾ ഉണ്ടാകുന്നത്. കെമിസ്ട്രി പഠിച്ചവർക്കറിയാം, ആറ്റങ്ങളുടെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് അതിൻ്റെ വലുപ്പം അനുസരിച്ചാണ് ഉണ്ടാകുന്ന വസ്തുക്കളുടെ സ്വഭാവ വിശേഷങ്ങൾ. പീരിയോഡിക് ടേബിളിലെ ഒരാറ്റത്തിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് തന്നെ അതിൽ നിന്റെ സ്വഭാവങ്ങൾ തീരുമാനിക്കാം, അത് ഏതുമായിട്ട് കൂടിച്ചേരുമെന്ന് തീരുമാനിക്കാമെന്നെല്ലാം കെമിസ്ട്രി പഠിച്ചവർക്കറിയാം. അപ്പം അത് കൂടിച്ചേരുന്നതിനനുസരിച്ചാണ് വ്യത്യസ്ത തരം വസ്തുക്കൾ ഉണ്ടാകുന്നത്. അപ്പം വ്യത്യസ്ത തരം വസ്തുക്കളിലൂടെ ജീവൻ്റെ പ്രതിഭാസവും കൂടുമ്പോഴാണ്
പലതരം ജീവജാലങ്ങളടക്കം ഉണ്ടാകുന്നത്. അപ്പോൾ ആ പ്രേരക ശക്തികളെയാണ് ഇവിടെ 10 ആ ഓർബിറ്റുകളുടെ 10ആയിട്ട് തിരിച്ചിട്ട് 10 പൊന്മക്കളുടെ പേരും പറഞ്ഞുകൊണ്ട് ആർക്ക് കൊടുത്തു? ധർമ്മദേവന് കൊടുത്തു. ധർമ്മം എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ജീവജാലങ്ങളുടെ എല്ലാം സ്വഭാവ ഗുണങ്ങളെയെല്ലാം പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ചില ധർമ്മങ്ങളെ അനുസരിച്ചിട്ടാണ് അതിൻ്റെ സ്വാധീനം കൂടുമ്പോഴാണ് വസ്തുക്കൾക്കെല്ലാം അത്തരം സ്വഭാവ വിശേഷങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ എന്നിട്ട് ധർമ്മദേവൻ്റെ ഭാര്യമാരിലോട്ട് എന്തെല്ലാം ഉണ്ടായെന്ന് നോക്കാം. 5 പറയുകയാണ്, ദക്ഷൻ്റെ പുത്രിയായ ധാനുവിൽ നിന്ന്. ധാനുവിനെ എല്ലാം കല്യാണം കഴിച്ചിരിക്കുന്ന ഈ 10 പേരെ ധർമ്മദേവനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ദക്ഷൻ്റെ പുത്രി എന്ന് പറയുമ്പോൾ ഓർബിറ്റ്, ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ്, ആറ്റങ്ങളുടെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലെ ഇലക്ട്രോണുകളാണ് വസ്തുക്കളായി മാറുന്നത്, ജീവജാലങ്ങളായിട്ട് മാറുന്നത്. അപ്പം അത് പ്രകൃതിയാണ്. പ്രകൃതിയും പുരുഷനും കൂടിയിട്ടാണ് സംഭവിക്കുന്നത്. അപ്പം പുരുഷൻ എന്ന് പറയുന്നത് ബ്രഹ്മത്തിൽ നിന്ന് വരുന്ന ആ പ്രേരക ശക്തികളാണ്. അത് ഒന്ന് തീരുമാനിക്കുന്ന ധർമ്മദേവനാണ്. ധർമ്മം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ എങ്ങനെയെല്ലാം പോകുന്നതിനുള്ള ആ സ്വഭാവ വിശേഷങ്ങൾ. ധർമ്മം, ഞാൻ ധർമ്മത്തിനനുസരിച്ച് പോകുന്നതാണ്, അവൻ ധർമ്മിഷ്ഠനാണോ മറ്റേയാണോ അധർമ്മമാണോ എന്നെല്ലാം പറയുന്നുണ്ടല്ലോ, ആ സ്വഭാവ വിശേഷം. ആ പ്രേരക ശക്തി, ആ പ്രേരക ശക്തിയും ആറ്റത്തിൻ്റെ സ്ത്രീ, പ്രേരക ശക്തി പുരുഷൻ, ധർമ്മം എന്ന പുരുഷനും അത് ബ്രഹ്മത്തിൽ നിന്ന് കയറി വന്ന പ്രഭം ഈശ്വരനായി പലതായി തിരിച്ചു വന്ന് ബ്രഹ്മാവിൽ നിന്നും വന്നതാണ്. അതും സ്ത്രീഭാഗമായ അല്ലെ പുരുഷനും പ്രകൃതി ഭാഗമായ ആറ്റവും കൂടിച്ചേരുമ്പോഴാണ് പിന്നീടുണ്ടാകുന്ന വസ്തുക്കൾക്ക് പ്രത്യേക ധർമ്മങ്ങൾ ഉണ്ടാകുന്നത്. അത് തന്നെ പലതരത്തിലുണ്ട്. പലവരിലുള്ള ധർമ്മം പലതരത്തിലാണ്. അതാണ് ഇവിടെ 10 തരമായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ആറ്റത്തിൻ്റെ ഒരു ഓർബിറ്റിൻ്റെ പ്രത്യേകതയായ ധാനുവിൽ നിന്നും ഈ ധർമ്മദേവൻ ധർമ്മവുമായി ചേർന്നിട്ട് ഉണ്ടായതാണ് ദേവഋഷഭൻ. അതിൽ നിന്നും ഇന്ദ്രസേനൻ ഉണ്ടായി എന്ന് പറയുകയാണ്. ഇനി ഇവരിലൂടെയാണ് സൃഷ്ടിക്രമത്തിൽ മനുഷ്യരിൽ പലതര ധർമ്മങ്ങളെല്ലാം ഉടലെടുക്കുന്നത് എന്ന് വേണം ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കി. ഇതെല്ലാം പ്രേരക ശക്തികളാണ്. ഇനി ലംബ എന്ന ദക്ഷപുത്രിയിൽ നിന്നും ഈ ധർമ്മദേവന് വിദ്യോധനൻ ഉണ്ടായി. അതിൽ നിന്നും ഖനൈത്തനുകൾ ഉണ്ടായി. 6 പറയുന്നത് കഖബയിൽ നിന്നും മകള് കഖബയിൽ നിന്നും സങ്കടനുണ്ടായി. അതിൽ നിന്ന് കീക്കടനുണ്ടായി. അതിൽ നിന്ന് ദുർഗാഭിമാനി എന്ന ദേവതകളുണ്ടായി. പലതരം ദേവതകൾ നമ്മളെ സൃഷ്ടിക്ക് സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ടായി. അതെല്ലാം പ്രേരക ശക്തികളാണ്. ജാമയിൽ നിന്നും സ്വർഗനുണ്ടായി. അതിൽ നിന്ന് നന്ദിയും ഉണ്ടായി. 7 വിശ്വനിൽ നിന്നും വിശ്വദേവന്മാരുണ്ടായി. നമ്മളെ വേദങ്ങളെല്ലാം പറയുന്ന വിശ്വദേവന്മാർ എന്നെല്ലാം പറഞ്ഞിട്ട് എന്തെല്ലാം പറയുന്നുണ്ടോ അതെല്ലാം പ്രേരക ശക്തികളായിട്ടാണ് വരുന്നത്. സാധ്യയിൽ നിന്നും സാധ്യദേവഗണങ്ങളുണ്ടായി. അർത്ഥസിദ്ധി ഉണ്ടായി. അർത്ഥസിദ്ധി എന്നെല്ലാം പറയുമ്പോൾ അതിന് ആ നിലയിലുള്ള അർത്ഥങ്ങൾ വരുന്നുണ്ട്. ഇനി 8 മരുത്വദീതിയിൽ നിന്ന് മരുത്വാനും ജയന്തനും എല്ലാം ഉണ്ടായി. അതിനെ ഉപേന്ദ്രൻ എന്നും വിളിക്കും. അത് വിഷ്ണുവിൻ്റെ അംശമാണെന്ന് പറയും. ഇതെല്ലാം വിഷ്ണുവിൻ്റെ അംശം എന്നെല്ലാം പറയുമ്പോൾ വിഷ്ണു തന്നെ നിർഗുണമായ ബ്രഹ്മമാണ്, പ്രേരക ശക്തികളാണ്. അതേപോലെയുള്ളതാണ് ഇതെല്ലാം തന്നെ. 9 മുഹൂർത്ത എന്ന് പറയുമ്പോൾ തന്നെ മൗഹൂർത്തന്മാർ എന്ന ദേവഗണങ്ങൾ ഉണ്ടായി. അവരാണ് കാലഗതിക്കനുസരിച്ച് ജീവികൾക്ക് ഫലം നൽകുന്നത്. ഇപ്പം ജീവജാലങ്ങൾ
കർമ്മം ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഫലങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തികളാണ് ഇത്. അതാണ് മുഹൂർത്തം എന്ന വാക്കും വന്നിരിക്കുന്നത്. ശരിയായ മുഹൂർത്തത്തിൽ ചെയ്താലേ ഫലം കിട്ടുകയുള്ളൂ എന്നെല്ലാം നമ്മൾ പറയുമ്പോൾ ആ സമയത്ത് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങളെ തീരുമാനിക്കുന്ന ഘടകങ്ങളാണ്, പ്രേരക ശക്തികളാണ്. ഇത് ആറ്റത്തിൽ നിന്ന് പ്രകൃതിയോടെ ഈ പുരുഷഭാഗം, ആ ബലങ്ങൾ, ധർമ്മദേവൻ, ഇതെല്ലാം ധർമ്മവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 10 സങ്കല്പത്തിൽ നിന്നും, സങ്കല്പം എന്ന മകളിൽ നിന്ന് സങ്കല്പൻ എന്നുണ്ടായി. അതിൽ നിന്നാണ് കാമദേവൻ ഉണ്ടായത്. മനുഷ്യരില് കാമം ജനിപ്പിക്കുന്ന പ്രേരക ശക്തികളെല്ലാം ജനിതക ഘടനയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, പ്രകൃതിയുടെ ധർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, പ്രകൃതിയുടെ സ്വാധീനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം മനുഷ്യരിൽ ഓരോ സമയത്ത് ഓരോ തരം വികാരങ്ങൾ ഉണ്ടാക്കുന്നത്. ജീവജാലങ്ങളെ കൂടിച്ചേർക്കാൻ കാമത്തിലൂടെയാണ് കൂടിച്ചേർത്ത് പുതിയ കുട്ടികളെ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം പ്രേരക ശക്തികളാണ്. ഇതെല്ലാം പിന്നെ വസുക്കളിൽ നിന്നും അഷ്ടവസുക്കൾ എന്ന് പറയുന്നത് അത് ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 8 ദിക്കുകളാണ്. 8 ദിക്കുകൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. എല്ലാ ദിക്കുകൾക്കും അതിൻ്റേതായ സ്വാധീനമുണ്ട്. നമ്മളെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ദിക്കുകൾ. ആറ്റത്തിൻ്റെ അകത്തും ദിക്കുകളുണ്ട്. അതാണ് അഷ്ടദിക്പാലകർ എന്ന് പറയുന്നത്. ആറ്റത്തിലുള്ളത് അതിനെ ആറ്റത്തിൽ വരുമ്പോൾ അഷ്ടവസുക്കൾ എന്ന് പറയാം. ആറ്റത്തിൽ എവിടെയും പറയാം. ആറ്റത്തിൽ 8 ഇലക്ട്രോണിൻ്റെ ഓർബിറ്റ് ഉണ്ട്. ഓരോ ഓർബിറ്റിൽ 8 ഇലക്ട്രോൺ ഏറ്റവും പുറത്ത് വളർന്നു വന്നില്ല. അതാണ് 8 ദിക്കുകൾ. ആ സ്ഥലത്തുള്ള ഓരോ ഫോഴ്സുകൾ ഇലക്ട്രോൺ അവിടെ ഇല്ലെങ്കിൽ പിടിച്ചിടാൻ പ്രേരിപ്പിക്കും. ഇതെല്ലാം പ്രേരിപ്പിക്കുന്ന ശക്തികളാണ്. ഇനി ഈ അഷ്ടവസുക്കളുടെ പേരുകൾ പറയാണ്. 11 ദ്രോണ, പ്രാണ, ധ്രുവ, അർക്ക, അഗ്നി, ദോഷ, വസു, വിഭാവസു എന്നിവ. അപ്പം അഷ്ടവസുക്കളുണ്ടായി. ഏതിൽ നിന്ന്? വസുവിൽ നിന്നും അഷ്ടവസുക്കളുണ്ടായി. അഷ്ടവസ്തുക്കൾ ആ 8 പേര് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ അഷ്ടവസുക്കളിൽ നിന്നും അതിൽ നിന്നും ആ അഷ്ടവസുക്കളിലെ ഒരാളായ ദ്രോണന് അഭിമതി എന്ന സ്ത്രീയിൽ, അഷ്ടവസുക്കളിലുള്ള ദ്രോണന് അഭിമതി എന്ന സ്ത്രീയിലാണ് ഹർഷശോക ഭയാദികൾ ഉത്ഭവിച്ചത്. നമ്മിൽ ഹർഷം, ശോകം, ഭയം എന്നെല്ലാം ഉണ്ടാക്കിപ്പിക്കുന്ന ഘടകങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ ദ്രോണൻ എന്നതാണ്. ദ്രോണന് അഭിമതിയിൽ ജനിച്ചതാണ് ഈ മക്കൾ. ഹർഷൻ, ശോകം, ഭയാദികൾ ഇതെല്ലാം നമ്മുടെ വിചാരങ്ങളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ്. അപ്പം നമ്മളെ മനസ്സിൽ ഭയം ഉണ്ടാകുമ്പോൾ ആ ഭയം ഉണ്ടാകുന്നതിന് പ്രേരിപ്പിക്കുന്ന ശക്തികളാണ്. അത് നമ്മുടെ ജനിതക ഘടനയിൽ ചിലപ്പോൾ ആ ഘടകങ്ങൾ കയറി വരും. സൃഷ്ടി സമയത്ത് നമ്മളെ ജനിതക ഘടനയിൽ ഭയലുണ്ടാക്കുന്ന ആ ഒരു ഘടകത്തെ സ്വാധീനിക്കുന്ന ശക്തികളാണ് ഇതെല്ലാം. അത് ഗ്രഹങ്ങളിലൂടെയും ആക്ട് ചെയ്യും. അപ്പം മോശമായ സമയത്ത് നമ്മളിൽ ഭയമുണ്ടാക്കും. അത് വ്യക്തികളിൽ വ്യത്യസ്തമാണ്. അത് അവരുടെ ജനിതക ഘടനയിലുള്ള ആ ധൈര്യത്തിൻ്റെ എല്ലാം ക്രോമസോമുകളുടെ എല്ലാം ഘടനയായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പം ഇവർ ഒത്തുചേരുമ്പോഴാണ് നമ്മൾ ഭയമുണ്ടാകുന്നത്. നമ്മൾ ജനിക്കുന്ന കുട്ടി തന്നെ ഭയത്തോടു കൂടിയാണ് ജനിക്കുന്നതെങ്കിൽ, എപ്പോഴും പേടിച്ച് നടക്കുന്ന ഒരുവനാണെങ്കിൽ ഈ ജനിക്കുന്ന സമയത്തെ ഗ്രഹങ്ങളുടെ സ്വാധീനങ്ങൾ, ആറ്റങ്ങൾ കൂടിയിട്ടാണല്ലോ ശരീരം ഉണ്ടാകുന്നത്. ആ സമയത്ത് അതിൻ്റെ ജനിത ഘടനയിൽ ഇത് സ്വാധീനിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം വിചാരങ്ങൾക്ക് പിന്നിലുള്ള ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടതും ജനിക്കുമ്പോഴുള്ള ജനിതക ഘടനയായിട്ട് ബന്ധപ്പെട്ട ഘടകങ്ങളെല്ലാം. ആ വിഷയം എത്ര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ചിന്തിച്ചു നോക്കൂ.
ഇതിനാൽ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നമ്മളെ ജനിതക ഘടനയുമായി ജനിക്കുന്ന ഗ്രഹങ്ങളുടെ സമയവുമായിട്ട് എല്ലാം ബന്ധിപ്പിച്ചിട്ട് അനലൈസ് ചെയ്ത് കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ശാസ്ത്രലോകം ഈ അടുത്തൊന്നും അവിടെ എത്താൻ പോകുന്നില്ല. അത്രയും ഗാഢമായ സയൻസ് ഉള്ള കാലഘട്ടത്തിലുള്ള ഋഷികളാണ് പ്രളയം നടന്നിട്ട് കഴിഞ്ഞ് വന്നപ്പോൾ അവർക്കറിയുന്ന ഈ ജ്ഞാനം ഈ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ അഷ്ടവസുക്കളിലെ രണ്ടാമത്തതായ പ്രാണന്റെ ഭാര്യയാണ് പ്രാണൻ. നമ്മുടെ പ്രാണൻ എന്നത് ഊജസ്വതി. അതാണ് അവരുടെ പുത്രന്മാരാണ് സഹസ്, ആയുസ്, പുരോജവൻ എന്നിവയല്ല. ആയുസ് എല്ലാം നമുക്കറിയാലോ. പ്രാണനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ആയുസ്. അത് ഊർജസ്വതിയുമായിട്ട് ചേർന്നിട്ടാണ്, പല ഘടകങ്ങളുമായിട്ട് ചേർന്നിട്ട് നമ്മളെ ജനിതക ഘടനയിൽ എന്തുണ്ടാകുന്നുണ്ട്? ആയുസ്സിൻ്റെ ഘടകങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മൾ ആ സഹസ്, ആയുസ് എന്നെല്ലാം പറയുന്ന സ്വഭാവ വിശേഷങ്ങൾ അല്ല ഡീപ്പായിട്ട് പോകണ്ടെങ്കിൽ അത് റിസർച്ച് നടത്തിയിട്ട് എനിക്ക് പോകേണ്ട കാര്യങ്ങളാണ്. അത്രയും വിഷയങ്ങൾ ദീർഘമായിട്ട് ഗവേഷണത്തിലൂടെ നമ്മുടെ ജനിതക ഘടനയും ജനന സമയത്തെ ഗ്രഹങ്ങളുടെ പോഷണവും എല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് ആറ്റങ്ങൾ ചേർന്നുണ്ടാകുമ്പോൾ അതിൻ്റെ അകത്തുള്ള ജനിതക ഘടനയിലുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു പോകണം. അപ്പം ഭാവിയിൽ അതെല്ലാം കണ്ടെത്താൻ ശ്രമം നടക്കും. ഇനി പിന്നെയുള്ളത് ഇപ്പം നമ്മൾ അഷ്ടവസുക്കളിൽ മൂന്നാമത്തത് ധ്രുവനാണ്. ധ്രുവന്റെ പത്നി ധാരണി. ധാരണി എന്നെല്ലാം പറയുമ്പോൾ എന്നിട്ട് അതിലൂടെ അനേക പുരങ്ങൾ ഉണ്ടായി. ധാരണി ധരിക്കുക അല്ലെങ്കിൽ അനേക പുരങ്ങൾ എന്ന് പറയുമ്പോൾ ആ ശരീരഘടനയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം. പുരം ശരീരം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശരീരത്തിൻ്റെ വളർച്ചയായിട്ട് ബന്ധപ്പെട്ട ആറ്റങ്ങൾ പ്രകൃതിയുടെ ഭാഗമായ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ട് ശരീരം ഉണ്ടാകേണ്ട ജനിതക ഘടന ഉണ്ടാക്കുമ്പോൾ അതിലെന്തുണ്ട്? പുരുഷന്റെ സ്വാധീനവും വന്നിട്ട് ആ ക്രോമസോമുകളിൽ അതിൻ്റെതായ സ്വഭാവ വിശേഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ളതിൽ പുരങ്ങൾ, പലതരം പുരങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളുടെയെല്ലാം വളർച്ചയെല്ലാം നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ ഇതിലൂടെയാണ് സംഭവിക്കുന്നത്. അത് ധ്രുവന്റെ പത്നി എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ധ്രുവ നക്ഷത്രവും നമ്മളെ സ്വാധീനിക്കുന്നതെന്ന് നമ്മൾ പണ്ട് വേറൊരിടത്ത് കണ്ടിട്ടുമുണ്ട്. ഇനി 13-14 അർക്കൻ്റെ, അതായത് വസുക്കളിൽ അടുത്തത് അർക്കൻ. അർക്കന് വാസന എന്ന സ്ത്രീയിൽ പലതരം വാസനകൾ കൂടിച്ചേർന്നിട്ടാണ് തർഷാദികൾ എന്നത് ഉണ്ടായത്. ഇനി അടുത്ത വസുക്കളിലെ അഗ്നിയാണ്. അഗ്നിക്ക് 2 ഭാര്യമാരിൽ ഒന്നില് വസോർധര, അവളില് ദ്രവണാകാദികളും, കൃത്തികമാരിൽ സ്കന്ദൻ, അവരിൽ നിന്നും വിശാഖൻ മൂലാകരൻ ഉണ്ടായി. ഇനി അടുത്തത് അഗ്നി കഴിഞ്ഞിട്ട് ദോഷൻ. അവന് ശർവരി എന്ന സ്ത്രീയില് ശിശുമാരൻ എന്ന പുത്രനുണ്ടായി. അത് നാരായണന്റെ അംശമാണെന്ന് പറയുമ്പോൾ അതെല്ലാം നാരായണൻ എന്നെല്ലാം പറയുമ്പോൾ പ്രേരക ശക്തികൾ തന്നെയാണ്. ഇനി 15 പറയുകയാണ് വസുക്കളിൽ. വസുക്കൾ എന്ന് പറഞ്ഞാൽ അടുത്ത നല്ല അഷ്ടവസുക്കൾ പറഞ്ഞാൽ ഒന്ന്. വസുക്കളിൽ അങ്കിരസുമായിട്ട് ചേർന്നിട്ട് വിശ്വകർമാവ് ഉണ്ടായി. അത് ശില്പാചാര്യനാണ്. വിശ്വകർമാവ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ എഞ്ചിനീയറാണ്. അപ്പോൾ ഒരാളിൽ സൃഷ്ടിക്ക് വേണ്ട ആ എഞ്ചിനീയറിംഗ് സ്വഭാവങ്ങൾ എല്ലാം ഉണ്ടാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ശക്തിവിശേഷമാണ് ഈ വസുവിൽ നിന്നും അങ്കീരസ് ഉണ്ടായത്. അപ്പം നമ്മളിൽ തന്നെ എഞ്ചിനീയറിംഗ് വിഷയങ്ങളിൽ താല്പര്യം ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ ജനിതക ഘടന അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട്.
ആ പ്രേരക ശക്തി ഉണ്ടാക്കിയിട്ടുണ്ട് ആറ്റങ്ങളും കൂടിച്ചേർന്നുകൊണ്ട്. അതേസമയം പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുന്നതിന് മുമ്പിലും ഒരു പ്രേരക ശക്തിയുണ്ട്. എല്ലാം എഞ്ചിനീയറിങ്ങിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ എഞ്ചിനീയറിങ്ങിനെ പ്ലാൻ ചെയ്തിട്ട് വിഭാവനം ചെയ്ത് നിയന്ത്രിക്കുന്ന ഒരു എഞ്ചിനീയർ ശക്തിയും അവിടെയുണ്ട്. അതാണ് വിശ്വകർമാവ്, പ്രപഞ്ചത്തിൻ്റെ ആർക്കിടെക്റ്റ്, എഞ്ചിനീയർ. അതിൻ്റെ ഒരംശം നമ്മളിലുമുണ്ട്, നമ്മളെ ജനിതകഘടനയിലുമുണ്ട്. അത് ആ ക്രോമസോമങ്ങളിലുണ്ട്. അതാണ് എഞ്ചിനീയറായിട്ട് പ്രേരിപ്പിക്കുന്ന പഠിക്കാൻ. എഞ്ചിനീയർ ആകുന്നതും സൃഷ്ടിക്രമത്തിൽ ഡിസൈനെല്ലാം ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ എല്ലാം ഡിസൈനും എല്ലാം അവരിലൂടെയാണ് പോകേണ്ടത്. പിന്നെയോ അവരിൽ നിന്നും, ഈ വിശ്വകർമാവിൽ നിന്നും ചാഷുകന്മാരും അവരിൽ നിന്നും വിശ്വശാഖ എന്ന ദേവതകളും ഉണ്ടായിരിക്കുന്നു. ഇനി 16-ാമത്തെ ഇതിൽ പറയുന്നു, വിഭാവസു എന്ന ഏതായിരുന്നു അഷ്ടവസുക്കളിലെ അത് ഉഷയായിട്ട് ചേർന്നുകൊണ്ട്, ഉഷ എന്ന് പറയുന്നത് ഉഷസ് എന്നതിൽ നിന്ന് എടുക്കണം. വൃഷ്ടൻ, രോജിസി, ആതപൻ, രോചസി, ആതപൻ. ആതപൻ എന്നീ 3 പേരുണ്ടായി. അങ്ങനെ ആ ആതപനിൽ നിന്ന് പഞ്ചയാമൻ എന്ന 5 യാമങ്ങളോടുകൂടിയ പകലിൻ്റെ ദേവതയാണ്. അപ്പം നമുക്കറിയാലോ, യാമങ്ങളുണ്ട്. ആ യാമങ്ങളാണ് നമ്മുടെ ദിവസമുള്ള കർമ്മങ്ങളെ പ്രേരിപ്പിക്കുന്ന ശക്തിവിശേഷം. ഇതെല്ലാം ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവരിലൂടെയാണ് ജീവരാശികൾ ഉണ്ടായിരിക്കുന്നത്, ജീവരാശികളിലെ കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത്. അപ്പം മനുഷ്യരുടെ കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന ഓരോ ദിവസമുള്ള പ്രത്യേക യാമങ്ങളിൽ നമ്മുടെ കർമ്മങ്ങളെ പ്രേരിപ്പിക്കുന്ന ശക്തിവിശേഷം, ആ യാമങ്ങൾ, ഓരോ യാമങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇനി 17-18 എന്നിട്ട് 27 വരെ ചന്ദ്രൻ 2 പേരെ വെച്ച് ഭൂതൻ, അങ്കീരസ്, കൃശാസൻ എന്നിവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. ആകെ 60 പേരിൽ 2 പേരെ, 13 പേരെ കശ്യപന് കൊടുത്തു, 27 പേരെ ചന്ദ്രന് കൊടുത്ത്, 10 പേരെ ധർമ്മദേവന് കൊടുത്തു, പിന്നെ 2 പേരെ ഭൂതനും 2 പേരെ അങ്കീരസിനും 2 പേരെ കൃശാസനും കൊടുത്തു എന്ന് പറയല്ലോ. ആ 2 പിന്നെ ഒരു 4 പേരെ താർഷകൻ എന്ന മറ്റൊരു കശ്യപന് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. ഇനി അവരെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പം ഭൂതന് 2 പത്നിമാരെ കൊടുത്തു, 2 മകളെ കൊടുത്തു. ഒന്ന് സ്വരൂപ, അതിലൂടെയാണ് അസംഖ്യം രുദ്രന്മാരുണ്ടായത്. ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ട് പലതരം രുദ്രഗണങ്ങളായിട്ട് മാറിയത് ഈ ആറ്റങ്ങൾ കൂടിച്ചേരാനും പ്രേരിപ്പിക്കും. ആ ആറ്റങ്ങളിൽ ഉണ്ടാകുന്ന ആറ്റങ്ങൾക്കും പ്രത്യേകതരം വസ്തുക്കൾക്കും പലതരം സ്വഭാവ വിശേഷങ്ങളുണ്ട്. അപ്പം അതിൽ സ്വരൂപിയായിട്ട്, പിന്നെ ഒരു ഭൂതന് സ്വരൂപയിൽ, മറ്റൊരു ഭാര്യയിൽ രുദ്രന്റെ പാർഷദന്മാരും ഉണ്ടായി. ഭൂതഗണങ്ങളെല്ലാം, വിഘ്നദേവത മുതലാവി ഉണ്ടായി. അതായത് ഭൂതം മനുഷ്യരിൽ ചിലപ്പോൾ പ്രേതം, ഭൂതം എല്ലാം പിടിക്കുന്നതെന്നെല്ലാം പറയുന്ന തരത്തിലുള്ള സ്വഭാവ വിശേഷങ്ങൾക്ക് കാരണം അവൻ്റെ ജനിതക ഘടനയും കൂടിയാണ്. ഇതെല്ലാം കൂടിച്ചേർന്നിട്ടാണ്, ആറ്റങ്ങളുമായിട്ടാണല്ലോ, ബന്ധപ്പെട്ടിട്ടാണല്ലോ ഈ പ്രകൃതിയും പുരുഷനും. പുരുഷന്റെ കാര്യമാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആറ്റങ്ങളുമായിട്ട് കൂടിച്ചേർന്നിട്ട്. അല്ല, പ്രകൃതിയാണ് ആറ്റങ്ങൾ, പുരുഷൻ മറ്റേത് ഈ ചേർന്ന അവരും കൂടിച്ചേർന്നിട്ടാണ് ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്. അതിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ് ഈ നമ്മളിൽ ഉണ്ടാകുന്ന പ്രേതബാധയ മുതലായവ. ഇപ്പം നമ്മളിൽ പ്രേതബാധയെല്ലാം ഉണ്ടാകുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ നമ്മുടെ ജനിതക ആറ്റങ്ങൾ ചേർന്നിട്ട് ജനിതക ഘടന ഉണ്ടാകുമ്പോൾ അതിൻ്റെ പുരുഷഭാഗത്തിൽ സംഭവിക്കുന്ന ഇത്തരം കൂടിച്ചേരുകളാണ്.
അതാണ് മനുഷ്യരിൽ നിന്നുണ്ടാകുന്നത് ബാധോപദ്രവല്ലന്മാരിയുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. അതെല്ലാം രോഗങ്ങളാണ്. അപ്പം ഭൂതങ്ങൾ, വിഘ്ന ദേവതകൾ, തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതിന് പിന്നിലെല്ലാം പ്രവർത്തിക്കുന്ന ശക്തികളായിട്ട് അതെല്ലാം നമ്മളെ ജനിതക ഘടനയിലുണ്ട്. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ വൈമനസ് ആ വേണ്ട തടസ്സം, ഇതെല്ലാം ഉണ്ടാക്കുന്ന അലസത, ഇതെല്ലാം നമ്മളെ ജനിതക ഘടനയായിട്ട് ആറ്റങ്ങൾ ചേർന്നിട്ടുണ്ടാവുന്ന ഈ ജനിതക ഘടനയായിട്ടെല്ലാം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. എത്ര വലിയൊരു ഏറിയാണെന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് 19 പറയുകയാണ്. അപ്പോൾ ബുധന് 2 ഭാര്യമാരെ കൊടുത്ത്, 2 മക്കളെ കൊടുത്ത്, അങ്കീരസിന് 2 കൊടുത്ത്, ഒന്ന് സ്വധ. അതാണ് പിതൃദേവതകൾ. പിതൃദേവതകൾ എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ പൂർവികന്മാരുടെ ജനിതക ഘടനയായിട്ട് അതാണ് നമ്മിലൂടെ കടന്നു പോകുന്നത്. നമുക്കെല്ലാം ഉള്ള നമ്മളുടെ ജനിതക ഘടന എന്നത് പിതൃക്കളിൽ നിന്ന് കിട്ടിയതാണ്, നമ്മുടേതല്ല, നമ്മളിൽ വെച്ചുണ്ടാക്കിയെടുക്കുന്നതല്ല. തലമുറകളായിട്ട് കൈമാറി കൈമാറി നമ്മളിലൂടെ മക്കളിലൂടെ കൊടുക്കുകയാണ്. ആ ആദ്യം തുടങ്ങുന്ന സ്ഥലത്ത് നിന്നുള്ള ആ ജനിതക ഘടന അത് പല ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അതാണ് പിതൃദേവതകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. പൂർവ്വത്തെ നമുക്ക് നമ്മളെ ഒരു ജനിതക ഘടന ഉണ്ടാകുമ്പോൾ അത് നമ്മളിൽ നിന്നുള്ള പൂർവികരുമായിട്ടും അതിന് ബന്ധമുണ്ട്. അപ്പം അങ്കീരസ് എന്ന് പറയുമ്പോൾ ആദ്യം ആറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്തുണ്ടായതാണ് ഈ അങ്കീരസുകൾ എന്ന കണങ്ങൾ എന്ന് നമ്മൾ പണ്ട് പറഞ്ഞ് കണ്ടിട്ടുണ്ട്. ആ അങ്കീരസുകളിൽ നിന്ന് തുടങ്ങുന്നുണ്ട് ജനിതക ഘടന. അപ്പം അതിന് സ്വാധയിലാണ് പിതൃദേവതകൾ ഉണ്ടായത്. സതിയിലാണ് വേദാഭിമാനി പുരുഷനെ പുത്രനായി ജനിച്ചു. വേദ എന്ന് പറഞ്ഞാൽ ജ്ഞാനം, നമ്മുടെ ജ്ഞാനങ്ങളെല്ലാം അറിയാനുള്ള കഴിവ്, ഇതെല്ലാം ജനിതക ഘടനയിലൂടെ വരുന്നുണ്ട്. അപ്പം ഇവരെല്ലാം കൂടിയിട്ടാണ്, അപ്പം ആറ്റങ്ങൾ കൂടിച്ചേരുമ്പോഴും പ്രകൃതിയിലുള്ള ഈ സ്വഭാവ വിശേഷങ്ങളെല്ലാം കൂടിയിട്ടാണ് നമ്മുടെ സ്വഭാവത്തിൽ ജനിതക ഘടനയായിട്ട് രൂപാന്തരം പ്രാപിച്ചിട്ട് നമ്മളായിട്ട് മാറുന്നത്. ഒരു വല്ലാത്ത വിഷയം തന്നെ. ഇനി 20 അപ്പൊ ഭൂതന് കൊടുത്തു, അങ്കീരസിന് കൊടുത്തു, പിന്നെ ആർക്കാണ് കൊടുത്തത്? കൃശാസന് 2 കൊടുത്തിട്ടുണ്ട്, 2 മക്കളെ. അത് ഇതെല്ലാം ആറ്റത്തിൻ്റെയാണ്. ആറ്റങ്ങളും പ്രകൃതിയും പുരുഷൻ, പുറത്തു നിന്നുള്ള ദേവതകളും കൂടിയിട്ട്. കൃശാസന് 2 പെൺമക്കളെ കൊടുത്തത് അർച്ചിസ്, അതിലാണ് ധൂമ്രകേശനും. പിന്നെ ദിഷണയിലാണ് വേദശിരസ്, ദേവലൻ, വയലൻ, മനു എന്ന് പറഞ്ഞാൽ മന്വന്തരങ്ങളിലേക്ക് പോവുക. മനു പ്രപഞ്ച സൃഷ്ടിക്കുമ്പോഴുള്ള ആ പ്രപഞ്ച സൃഷ്ടിക്ക് തുടക്കം കുറിക്കുന്ന ആ ശക്തി വിശേഷം, അതാണ് മനു. ഇനി താർഷ്യൻ എന്നൊരുവന് 4 പെൺമക്കളെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആ പെൺമക്കളെ വെച്ച് പറയുകയാണ്. താർഷ്യന് വിനതയിലുണ്ടായതാണ് ഗരുഡനും അരുണനും. ഗരുഡൻ എന്നത് വിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡൻ എന്ന് പറയുമ്പോൾ ഗരുഡന്റെ ജനിതക ഘടനയുമായിട്ട് ഈ താർഷ്യന് ബന്ധമുണ്ട്. അപ്പൊ പക്ഷികളില് ഗരുഡൻ എന്നതിൻ്റെ ആ സൃഷ്ടി ജനിതക ഘടന ഉണ്ടാകുന്നതിന്റെ പിന്നിലുള്ളത് ഈ താർഷ്യന് വിനിതയിലുണ്ടായതാണ്. പിന്നെ അരുണൻ എന്ന് പറയുന്നത് സൂര്യന്റെ രശ്മികളാണ്. സൂര്യന്റെ രശ്മികള് മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. പിന്നെ താർഷ്യന് പതങ്കിയിലുണ്ടാകുന്നതാണ് പറവകൾ. അപ്പം പറവകളെല്ലാം ഉണ്ടാകുന്നതിന്, ആ ജീവജാലങ്ങൾ ഉണ്ടാകുന്നതിന്, അത്തരം ജനിതക ഘടനകൾ ഉണ്ടാകുന്നതിന് പ്രേരിപ്പിക്കുന്ന ശക്തിയാണ് പതങ്കിയിലൂടെ സംഭവിച്ചിരിക്കുന്നത്, ഉണ്ടാകുന്നതാണ് പറവകൾ. അപ്പം താർഷ്യനും പതങ്കിയും കൂടി ചേർന്നിട്ടുള്ള അതായത് ദർശൻ എന്ന് പറയുന്നത് ആറ്റത്തിന്റെ ഘടനയും, പതങ്കി എന്ന പുത്രി അല്ല, ആറ്റമല്ല, ദർശൻ എന്ന് പറയുന്നത് പുരുഷനാണ്. പതങ്കി എന്ന് പറയുന്നതാണ് ദക്ഷന്റെ മോള്.
അല്ല സോറി, നാലുപേരെ താർശന് എന്ന് പേരായ മറ്റൊരു കശ്യപന് കൊടുത്തു എന്നാണ്. അപ്പൊ കശ്യപന് കൊടുത്ത 4 പേരാണ്, 4 മക്കളെ തന്നെയാണ്. അപ്പം ഇവിടെ താർശന് കൊടുത്ത 4 പൊമ്മക്കൾ തന്നെയാണ് ഈ വിനിത എന്ന് പറയുന്നത്, ഗരുഡനും മറ്റേതും. പിന്നെ പാതങ്കി എന്നത് വെച്ച് പറവകള്, കാമിനി എന്ന് വെച്ചിട്ട് അതാണ് പാറ്റകളായിട്ട് രൂപാന്തരം പ്രാപിച്ചത്, കദ്രുവിലായിട്ടാണ് നാഗങ്ങളായിട്ട് രൂപാന്തരം പ്രാപിച്ചത്. അപ്പം ഗരുഡൻ പക്ഷി, പറവകൾ, മറ്റുള്ള പറവകള്, പാറ്റകള്, നാഗങ്ങള്, ഇതിൻ്റെ എല്ലാം സൃഷ്ടിയില് ഈ ആറ്റങ്ങൾ തന്നെയാണ് കൂടിച്ചേർന്നിട്ട് പറവകളുടെയും പക്ഷികളുടെയും പാറ്റകളുടെയും നാഗങ്ങളുടെയും ഗരുഡനടക്കം, ഗരുഡനൊരു പ്രത്യേക സ്ഥാനം കൊടുത്തു വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രത്യേക ഘടനയായിട്ടാണ്. മറ്റുള്ള പറവകളിൽ നിന്ന് തന്നെ വ്യത്യാസം, എന്തോ ഒരു പ്രാധാന്യം ഗരുഡന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവരുടെ എല്ലാം ഘടന ആറ്റങ്ങളിലൂടെ രൂപാന്തരം പ്രാപിക്കുമ്പോൾ അതിൽ തർശൻ എന്ന കശ്യപന്റെ വേറൊരു കശ്യപന്റെ പേര് മാറ്റിയ കശ്യപന്റെ കൂട്ടത്തിൽപ്പെടുന്ന ഒരാൾക്ക്, അയാളുടെയാണ് ഈ പറവകളും ജീവജാലങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. അവിടെ പ്രകൃതിയാകുന്ന ആറ്റം, അതായത് ദക്ഷന്റെ പുത്രിമാര്, 4 തരം പുത്രിമാര്, വേറെ തരം പ്രേരക ശക്തികളുടെ കശ്യപനിലൂടെ, കശ്യപന് വേർതിരിഞ്ഞ ഒരു കശ്യപനിലൂടെ ഈ 4 പുത്രിമാരിലൂടെയാണ് ഗരുഡനും ഉണ്ടായിരിക്കുന്നത്. ഗരുഡന്റെ ആ ശരീരഘടനയും അല്ലെങ്കിൽ ജനിതഘടനയും പിന്നെ പറവകളുടെയും പാറ്റകളുടെയും നാഗങ്ങളുടെയും എല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇനി 23 മുതൽ 25 പറയുകയാണ്, ചന്ദ്രന് 27 പേരെ കൊടുത്തു. ചന്ദ്രന് 27 പേരെ കൊടുത്തു എന്ന് പറഞ്ഞാൽ 27 നക്ഷത്രങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതൊന്നും കഥയിൽ ഇങ്ങനെ ഓരോ പേര് കൊടുത്താൽ കണ്ണും മൂക്കും വെച്ചിട്ടുള്ള ഒന്നും ധരിക്കരുത്. ഇതെല്ലാം പ്രകൃതിയിലുള്ള ചില അദൃശ്യ ശക്തികളും നക്ഷത്രങ്ങളുമാണ്. ഇവിടെ ഈ ചന്ദ്രന് 27 പേരെ കൊടുത്തു എന്ന് പറയുമ്പോൾ രോഹിണിയിൽ കാർത്തിക തൊട്ടിട്ടുള്ള എല്ലാ നക്ഷത്രങ്ങളും എന്ന് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. എല്ലാ നക്ഷത്രങ്ങളുമാണ് ആ 27 ദക്ഷന്റെ പുത്രിമാർ, നക്ഷത്രങ്ങൾ. അപ്പൊ ഈ പുത്രിമാരെ, അപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആറ്റങ്ങൾ കൂടിച്ചേരുമ്പോൾ ജനിതക ഘടന ഉണ്ടാകുമ്പോൾ അതിൽ ഈ ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രവുമായിട്ടുള്ള ആ സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അവരിലെ സ്വഭാവവിശേഷങ്ങൾ, ആ കുട്ടിയുടെ ജനിതക ഘടന രൂപം കൊള്ളുന്നത്. അത് 27 കൂട്ടം നക്ഷത്രങ്ങളായി ചിത്രീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ചന്ദ്രൻ ഓരോ നക്ഷത്രത്തിൻ്റെ അടുത്ത് ഓരോ ദിവസം പുത്രിമാരെ, അങ്ങനെയാണ് കഥ പോകുന്നത്. ചന്ദ്രൻ തൻ്റെ 27 നക്ഷത്രങ്ങളെ, മക്കളെ, പെൺമക്കളെ ചന്ദ്രന് വിവാഹം കഴിച്ചു കൊടുത്തു. ചന്ദ്രനോട് പറഞ്ഞ് എല്ലാ പെൺമക്കളെയും നല്ലോണം നോക്കിക്കോളണം, ഒരേപോലെ കണ്ണ് 27 കെട്ടിച്ചു കൊടുത്തു, എല്ലാത്തിനെയും ഒരേ ദൃഷ്ടിയോടുകൂടി നീ നോക്കിക്കോളണം എന്ന് പറഞ്ഞു. ആ വേദവ്യാസന്റെ ഒരു ഭാവനയിലേക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. കഥകൾ ആ നമ്മൾ പുറത്തുള്ള സയൻസിനെയാണ് ഈ കഥരൂപത്തിൽ വ്യാഖ്യാനിക്കുന്നത്. അപ്പം ചന്ദ്രൻ എന്ത് ചെയ്യും, ഓരോ ദിവസം ഓരോ ഭാര്യൻ്റെ അടുത്ത് പോകും, ഓരോ നക്ഷത്രത്തിൻ്റെ അടുത്ത്. അത് നമുക്കറിയാം. ഓരോ ദിവസം അശ്വതിയാണെങ്കിൽ നാളെ ഭരണി, മറ്റന്നാൾ കാർത്തിക. അപ്പോൾ ചന്ദ്രൻ ഓരോ ഭാര്യമാരുടെ അടുത്തേക്ക് പോകും. എല്ലാവരോടും ഒരേപോലെ നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആകാശത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ജ്യോതിഷപ്രകാരം രോഹിണി ദിവസത്തിൽ ചന്ദ്രൻ രോഹിണിയുടെ അടുത്തെത്തുമ്പോൾ ചന്ദ്രന് വലിപ്പം കൂടുതലാണ്. കാരണം
ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുക്കുന്നത് രോഹിണിയിലെത്തുമ്പോഴാണ്. രോഹിണീൻ്റെ അടുത്തെത്തുമ്പോഴാണ് ചന്ദ്രൻ ഭൂമിയോട് അടുക്കുന്നത്. അപ്പം നമുക്കതിനെ വലുതായിട്ട് കാണാം, വലിയ വലുപ്പത്തിൽ കാണാം. അതുകൊണ്ട് വേദവ്യാസൻ എന്ന കവിഭാവനയിൽ വർണ്ണിച്ചു, ചന്ദ്രന് രോഹിണിയോടാണ് ഭയങ്കര സ്നേഹം. അതുകൊണ്ട് മുഖം ഇങ്ങനെ തെളിഞ്ഞു വരും. അങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ മറ്റുള്ള 26 പേര് സഹിക്കും. അച്ഛൻ്റെ അടുത്ത് ഓടി പിടിച്ചിട്ട് പറഞ്ഞ് നമുക്കൊന്നും അങ്ങേർക്ക് വലിയ താല്പര്യമൊന്നുമില്ല, അവളുടെ അടുത്തൊന്ന്, കാരണം ഇവളുടെ മുഖം ഇവൻ്റെ മുഖം നോക്കിയിരിക്കും അവളുടെ ചെല്ലുമ്പോൾ. അപ്പോൾ അച്ഛൻ വിളിച്ചിട്ട് ദക്ഷൻ വിളിച്ചിട്ട് ഉപദേശിച്ചു, കുറേ ഉപദേശിച്ചു. മോനെ അങ്ങനെയൊന്നും പറ്റൂല, എല്ലാ മക്കളെ എൻ്റെ മക്കളെ എല്ലാം ഒരേപോലെയാണ്, നീ അതുപോലെ തന്നെ നോക്കിക്കോളും എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. അവിടെ എത്തുമ്പോ അപ്പൊ കഥരൂപത്തിൽ പോകുന്നതെന്ന് സങ്കല്പിച്ചു നോക്കൂ. ഇതാണ് കഥരൂപത്തിൽ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു 27 പൊമ്മക്കളും ഇല്ല, ചന്ദ്രന് ആണുമായിട്ടൊന്നുമല്ല ഉള്ളത്, ഒരു ഗ്രഹം. പക്ഷെ കവിഭാവനയിൽ പോകുമ്പോൾ ഇതിനെല്ലാം നമ്മൾ കഥാപാത്രങ്ങളെ എടുത്തിട്ട് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത്. എത്ര മണ്ടത്തരമാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. ആ കഥയെ കഥരൂപത്തിൽ ആസ്വദിക്കാൻ കഴിയാതെ, അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതെ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് അതേപോലെ എടുത്ത് നടക്കും. അപ്പോൾ ദക്ഷൻ പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല. അപ്പം രോഹിണിയിൽ അധികം പ്രേമം മൂലം മറ്റുള്ളവരോട് അനാസ്ഥ കാണിക്കുന്നതിനാൽ ദക്ഷശാപമേറ്റ് ക്ഷയരോഗപീഡിതനായ ചന്ദ്രൻ അവരിൽ മക്കളില്ലാത്തവരാകിയാൽ ചന്ദ്രൻ ദക്ഷനെ പ്രീണിപ്പിച്ച് ക്ഷയകാലത്തിൽ മുറിഞ്ഞകന്നുപോയ കലകളെ മാത്രം ലഭിച്ചു, കുട്ടികളെ ലഭിച്ചില്ല. അതായത് ദക്ഷനൊരു ശാപം കൊടുത്തു. എന്തെന്ന് പറഞ്ഞാൽ നിന്റെ ശക്തി ക്ഷയിച്ചു പോകട്ടെ. അങ്ങനെയാണ് ചന്ദ്രന് ക്ഷയം പിടിച്ചത് എന്ന് പറയണം. അതുകൊണ്ട് ചന്ദ്രന് ക്ഷയം പിടിച്ചത് പറഞ്ഞാൽ നമ്മളെ ക്ഷയമായിട്ടൊന്നും അർത്ഥത്തിലെടുക്കരുത്. ചന്ദ്രൻ മനുഷ്യനാണെങ്കിൽ ക്ഷയം പിടിച്ച ശരിയല്ല, TV. പക്ഷെ ഇതൊന്നും അല്ല. ചന്ദ്രന്റെ ശക്തി വെളുത്ത വാവിന് അവിടെ എത്തുമ്പോഴാണല്ലോ നല്ല പ്രഭയുണ്ടാവുക. അത് വെളുത്ത വാവ് എന്നും പറയും. വെളുത്ത വാവിൻ ദിവസത്തിന് രോഹിണിയിൽ നിൽക്കുമ്പോഴാണ് വലിയ നിരലെ പൂർണ്ണമായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ വെളുത്ത വാവ് ദിവസം രോഹിണി നക്ഷത്രമാണെങ്കിൽ അന്ന് ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല വലിയ ചന്ദ്രനെ കാണും. അപ്പം ദക്ഷൻ ശപിച്ചു, നീ പറഞ്ഞാൽ നന്നാവില്ല എന്ന് വെച്ചാൽ ഇതിൻ്റെ സൗന്ദര്യങ്ങളിൽ അങ്ങ് പോട്ടെ എന്ന്. പിന്നെ അവൻ കരിവാളിച്ചായി, അവൻ ക്ഷയം പിടിച്ചു. പിന്നെ ഓരോ ദിവസവും കഴിയുമ്പോൾ അതിൻ്റെ വെളുത്ത വാവാണല്ല, പിന്നെ കുറഞ്ഞു വരും. കണ്ടിട്ടില്ല? അങ്ങനെയാണ് അതിന് പിന്നെ അവസാനം എന്തായിപ്പോയി, ക്ഷയം പിടിച്ചാകെ ഒരു അവശനായി അവൻ കറുത്ത് കരിക്കട്ട വലിയ, അതാണ് കറുത്തവാമം. അവൻ ചന്ദ്രനും മറ്റേ ചന്ദ്രൻ്റെ ദേവന്മാരും എല്ലാം പോയിട്ട് സങ്കടം തോന്നിയിട്ട് ദക്ഷനോട് പറഞ്ഞപ്പോൾ ദക്ഷൻ ദക്ഷൻ്റെ അടുത്തല്ല, ഇവിടെ ദക്ഷൻ്റെ അടുത്ത് പോയി എന്നാണ് പറയുന്നത്. വേറെ അടുത്ത് ശിവൻ്റെ അടുത്തെല്ലാം പോയതായിട്ട് പറയുന്നുണ്ട്. അവൻ പറഞ്ഞ അങ്ങനെ മാറ്റിത്തരാൻ, പൂർണ്ണമായിട്ട് ശാപം ഇല്ലാതാക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, 15 ദിവസം കൂടിക്കൊണ്ടിരിക്കും, 15 ദിവസം കുറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ കർത്തവാവിലെത്തിക്കഴിഞ്ഞാൽ ഓരോ ദിവസം പോകുമ്പോൾ കൂടി വരും, പൂർണ്ണതയിലെത്തും. പിന്നെ ഓരോ ദിവസം കഴിയുമ്പോൾ കുറഞ്ഞു വരും. അത് നമ്മൾ ആകാശത്ത് കാണുന്നതാണ്. ഇതിനെയാണ് കഥരൂപത്തിൽ പൊടിപ്പും തൊങ്കലും വെച്ച് കഥരൂപത്തിൽ അപ്പോൾ അവിടെ ചിന്തിച്ചു നോക്കുക, വേദവ്യാസന്റെ സയൻസിനെ കഥരൂപത്തിൽ അവതരിപ്പിക്കാനുള്ള കഴിവ്. പക്ഷെ എന്തുണ്ട്, ആ കലകളെ കിട്ടി. ഓരോ ദിവസവും ഓരോ ചെറിയ ചെറിയ കലകളായിട്ട് ചന്ദ്രന് വീതി കിട്ടി. പക്ഷെ എന്തില്ല, കുട്ടികളില്ല. അപ്പം അത്തരം ചന്ദ്രന് ബലമില്ലാതെ വരുമ്പോൾ കുട്ടികൾ ഉണ്ടാകുക. അത്തരം മനുഷ്യരിൽ, അത്തരം ജാതകങ്ങളിൽ ചന്ദ്രബലം കുറഞ്ഞാൽ കുട്ടികളില്ലാതാകാനുള്ള സാധ്യതയുണ്ട്.
അല്ലെങ്കിൽ അവരുടെ ജനിതകഘടനയിൽ കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ബലക്ഷയങ്ങളോ ഇതെല്ലാം ഉണ്ടാകാനുള്ള ഒരു ഘടകമാണ് അത്. ഇപ്പം നമ്മളെ ഗ്രഹത്തിൻ്റെ ചന്ദ്രൻ്റെ ബലക്ഷയം അനുസരിച്ച് നമ്മുടെ ആരോഗ്യത്തിൽ ബലക്ഷയം ഉണ്ടാകുന്നുണ്ട്, കുട്ടികൾ ഉണ്ടാകാനുള്ള കഴിവിൽ ബലക്ഷയം ഉണ്ടാകും. അതെല്ലാമാണ് കാര്യങ്ങൾ. അപ്പം ഇതെല്ലാം നമ്മളെ ജ്യോതിഷമായിട്ടാണ്, നമ്മളെ ജനിതക ഘടനയായിട്ട് ഇതിന് ബന്ധമുണ്ട്. ഈ ആറ്റങ്ങളാണ് ദക്ഷൻ്റെ മകളെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ദക്ഷൻ്റെ മകളെ വരുമ്പോൾ ആറ്റങ്ങളും എല്ലായിട്ട് വരുന്നു, ചന്ദ്രനുമായിട്ടും വരുന്നു. ദക്ഷൻ എന്ന് പറഞ്ഞാൽ ഓർബിറ്റ്, സൂര്യൻ്റെ ഓർബിറ്റും ദക്ഷണമായിട്ട് അവിടെ വരികയാണ്. ഇനി കശ്യപന് 13, കശ്യപന് എത്ര പേരെയാണ് കൊടുത്തത്? അപ്പം ദക്ഷന്റെ മക്കളിൽ 13 പേരെ കശ്യപനാണ് കൊടുത്തത്. ഈ കശ്യപന്റെ ഭാര്യമാരെ പറയുകയാണ്, ദക്ഷന്റെ പുത്രിമാര്: അതിഥി, ദിതി, ക്രതു, കാഷ്ട, അരിഷ്ട, സുരസ, ഇള, മുനി, ക്രോധാവശ, താമ്ര, സുരഭി, ശരമ, തിമി. ഇവരിലാണ് 13 പുത്രിമാർ. ദക്ഷന്റെ എന്ന് പറഞ്ഞാൽ ആറ്റത്തിൻ്റെ ഓർബിറ്റിലെ പ്രത്യേകതകളാണ്. ആ പ്രത്യേകതകളുള്ള 13 പ്രത്യേകതകളാണ് കശ്യപമുനി എന്ന ആ പുരുഷ പ്രേരക ശക്തിക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ കശ്യപനിൽ ഓരോ ആൾക്കും ആരെല്ലാമാണ് ഉണ്ടായെന്ന് പറയുകയാണ്. കശ്യപനിൽ നിമി, താഴത്തുനിന്ന് മുകളിലോട്ടേക്കാണ് പോകുന്നത്. നിമിയിലാണ് ജലജന്തുക്കൾ ഉണ്ടായത്. അപ്പം ജലജന്തുക്കൾ ഉണ്ടാകുമ്പോൾ ജനിതക ഘടന കശ്യപൻ എന്ന ആ പുരുഷനുമായിട്ട്, ആ ബലവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതെല്ലാം പ്ലാനറ്ററി സിസ്റ്റത്തിൽ നിന്നെല്ലാം വരുന്നതാണ്. അങ്ങ് ബ്രഹ്മത്തിൽ നിന്ന് തുടങ്ങിയ പ്ലാൻ അനുസരിച്ച് വരുന്ന പരമാത്മാവിൻ്റെ പ്ലാൻ അനുസരിച്ച് ബ്രഹ്മാവിലൂടെ വന്നു ചേർന്നതാണ് ഈ കശ്യപനെല്ലാം. അത് ആറ്റങ്ങൾ പ്രകൃതി പ്രകൃതിയായിട്ട് ചേരുമ്പോൾ, പുരുഷൻ പ്രകൃതിയായിട്ട്, അങ്ങനെ ആറ്റത്തിലെ നിമിയായിട്ട് ചേരുമ്പോഴാണ് ജലജന്തുക്കൾ ഉണ്ടായിരിക്കുന്നത്. കശ്യപനിലെ സരമിയായിട്ട് ചേരുമ്പോഴാണ് വ്യാഘ്രങ്ങൾ ഉണ്ടായിരിക്കുന്നത്. സുരഭിയായിട്ട് ചേരുമ്പോഴാണ് പോത്തുകള്, മാടുകള് മുതലായ ഇരട്ടക്കുളമ്പുള്ള ജീവജാലങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇരട്ടക്കുളമ്പുള്ള ജീവജാലങ്ങളുടെ ജനിതക ഘടന സുരഭി എന്ന ആറ്റത്തിൻ്റെ ആ ഘടനയുമായും കശ്യപൻ എന്ന ആ പരമാത്മാവിൻ്റെ ബ്രഹ്മാവിൽ നിന്ന് വന്ന ആ പുത്രിമാരുടെ ആ ഫലങ്ങളുമായും ബന്ധപ്പെട്ട് കിടക്കുന്നു. താമ്രയിൽ നിന്ന് പരുന്തും കഴുകന്മാരും ഉണ്ടായി, മുനിയിൽ നിന്നും അപ്സരസ്സുകളുണ്ടായി. ഇതെല്ലാം ചില പ്രേരക ശക്തികളാണ്, അപ്സരസ്സുകൾ. ഇനി 28 പറയുന്നു, ക്രോധയിൽ നിന്നും വസു മുതലായ ഇഴജന്തുക്കളുണ്ടായി, ഇഴയിൽ നിന്നും വൃക്ഷസത്യാദികളുണ്ടായി, സുരസയിൽ നിന്നും യക്ഷരാക്ഷസാദികളുണ്ടായി. അതെല്ലാം പ്രേരക ശക്തികളാണ്, മനുഷ്യനുള്ള സ്വഭാവ വിശേഷങ്ങളാണ്. 29, 30, 31 അരിഷ്ടയിൽ നിന്നും, അരിഷ്ടയുമായിട്ട് കശ്യപൻ അരിഷ്ടയുമായിട്ട് ചേർന്ന്, അതായത് ദക്ഷന്റെ പുത്രി ആറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഗന്ധർവന്മാരും. അപ്പം മനുഷ്യരിലുള്ള ചില ഇതെല്ലാം മാനസിക പ്രയാസങ്ങളാണ്. അത്തരം മാറ്റങ്ങൾ ഉണ്ടായിട്ട് ജനിതക ഘടന ഉണ്ടാകുമ്പോൾ അവയെ സ്വാധീനിച്ചിട്ടാണ് ഗന്ധർവന്മാർ കൂടുക എന്നെല്ലാം പറയുന്നത്. അത് ഗ്രഹങ്ങളുമായിട്ടും ബന്ധമുണ്ട്. കാഷ്ടയുമായിട്ട് ഇരട്ടക്കുളമ്പില്ലാത്ത മൃഗങ്ങളും ബനുവുമായിട്ട് 61 മക്കളും ഉണ്ടായി. അവസാനത്തെ അല്ല, കാഷ്ടയല്ല, ബനുവുമായിട്ട് 61 മക്കളുണ്ടായി. അവരിൽ പ്രധാനമായിട്ടുള്ള കുറച്ചിൻ്റെ പേര് പറയാണ്. ഒരു 18 ദ്വിമൂർധാവ്, ശബരൻ, അരിഷ്ടൻ, ഹയഗ്രീവൻ, അങ്ങനെ 12 പേരെ പറഞ്ഞിട്ടുണ്ട്.
ആ 18 പേരിൽ അതിൽ സർവഭാനു പലതായിട്ട് പേര് വന്നതിൽ അതിൽ സർവഭാനു മകളായ സുപ്രിയയെ നബുജിയെ വിവാഹം കഴിപ്പിച്ചു. നബുജിയുടെ കഥ വേറൊരു പുരാണ കഥയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വൃഷപർവന്റെ മകളായ ശർമ്മിഷ്ഠയെ യായതിയെ രാജാവ് വിവാഹം കഴിച്ചു. ശർമ്മിഷ്ഠയും ആയിട്ടുള്ളൊരു കഥ വേറെ തന്നെ പുരാണ കഥകളുണ്ട്. അപ്പൊ അതെല്ലാം ഇവിടെ നിന്ന് വന്നതാണ്. അവിടെയെല്ലാം ആ കഥകളിലൂടെ ചില ആശയങ്ങളാണ് ഇതേപോലെ പ്രകടിപ്പിക്കുന്നത്. അല്ല അതെല്ലാം ജീവിച്ച ആൾക്കാരാണെന്നൊന്നും ധരിച്ചു പോരാ, അതെല്ലാം അവിടെ പറയും. ഇനി വൈവസ്വതന്റെ പുത്രന്റെ പുത്രിമാരായിട്ട് 4 സുന്ദരിമാരുണ്ടായിരുന്നു. ഇനി 33 വൈശ്വാനർ എന്ന ധനുപുത്രന് 4 സുന്ദരിമാരെയാണ് വിവാഹം കഴിച്ചത്. അവർ ഉപദാനവി, ഹയശിര, പുലോമ, കാവ്രക, കാലക. 34-35 പറയുന്ന ഉപദാനവിയെ ഹിരണ്യാക്ഷൻ നമ്മൾ കഥയിൽ കണ്ടതാണ്. ഹയശിരിയെ ക്രതുവും, പുലോമയെ ബ്രഹ്മാവിനാൽ പ്രേരിതനായി കശ്യപനും, ഈ പുലോമയും കാലകയെയും ബ്രഹ്മാവിനാൽ പ്രേരിതനായി കശ്യപൻ കേൾക്കുകയും ചെയ്തു. ഇവരുടെ മക്കളെല്ലാം രണവീരന്മാരാണ് എന്ന് പറയുകയാണ്. അതായത് ധീരത പോലെയുള്ള കാര്യങ്ങളെല്ലാം ഇവരിലൂടെയാണ് സംഭവിക്കുന്നത്. ഇനി 36 ഇവരെ പുലോമ, കാലക എന്നിവരെ ബ്രഹ്മാവിന്റെ പ്രേരണയാൽ കശ്യപനെ വേൾക്കിട്ടുണ്ടായിട്ട് അവരിൽ ഉണ്ടായ മക്കളെല്ലാം ഭയങ്കര രണവീരന്മാരാണെന്ന് പറഞ്ഞൂടെ. ഇവരുടെ പുത്രന്മാരെ 60 തരം യജ്ഞദോഷങ്ങളെ ആ 2 പുത്രന്മാരുടെ ഇവിടെ പറയുന്നത് ഇവരുടെ പുത്രന്മാർ. അപ്പൊ ഈ 2 പുത്രന്മാര് നല്ല രണവീരന്മാരാണെന്ന് പറഞ്ഞുവല്ലോ. ആരാണ്? പുലമയും കാലകയിലും ഈ കശ്യപനുണ്ടായ മക്കള്. ആ 2 പേര് ഭയങ്കര യോദ്ധാക്കളാണ്. പക്ഷെ അവരിൽ നിന്നും ഒരു 60,000 യജ്ഞദോഷികൾ ഉണ്ടായി. യജ്ഞദോഷികൾ എന്ന് പറയുന്ന എല്ലാ കർമ്മങ്ങൾക്കും തടസ്സമായി നിൽക്കുന്നവർ. അങ്ങനെ ഒരു 60,000 ഉണ്ടായി എന്നാണ് പറയുന്നത്. ആ 60,000 പേരെയും സ്വർഗത്തിൽ വെച്ച്, ഇതാരോടാണ് പറയുന്ന കഥ? പരീക്ഷിത്തോടാണ് പറയുന്നത്. പരീക്ഷിത്തിന്റെ അച്ഛൻ്റെ അച്ഛൻ, അതായത് ആര്? അർജുനൻ. എവിടെ വെച്ച്? സ്വർഗത്തിൽ വെച്ച് ദേവേന്ദ്രന് വേണ്ടിയിട്ട് ഇവരുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് അവരെ കൊന്നിട്ടുണ്ട് എന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ കഥയിൽ വരുന്നിടത്ത് അത് പറയാം. ഇനി 37 ധനുവിന്റെ പുത്രനും ആ പ്രധാനപ്പെട്ട 18 പേരെന്ന് പറഞ്ഞാല് ഏതില് നേരത്തെ പറഞ്ഞതില് അതില് വിപ്രചിതിയാണ് ധനുവിന്റെ ഒരു പുത്രൻ. അപ്പം ധനുവിന്റെ പുത്രൻ വിപ്രചിതി സിംഹിക എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ട് അവരിലാണ് രാഹുവും അവൻ്റെ സഹോദരനായ കേതുവും 101 മക്കളെ ജനിപ്പിച്ചു എന്നാണ് പറയുന്നത്. രാഹുവുണ്ട്, കേതുവുണ്ട്, അത് ചേട്ടനും അനിയനും. അത് കൂടെ എല്ലാം കൂടിയിട്ട് ഒരു 101 മക്കളെ ജനിപ്പിച്ചിട്ടുണ്ട്. ധനു വിപ്രജിത്തുമായിട്ട് ധനുവിൻ്റെ പുത്രനായ വിപ്രജിത്ത് സിംഹിക എന്ന ഒരു സ്ത്രീയില് രാഹുവും കേതുവിനെയും ജനിപ്പിച്ചു. ഇതെല്ലാം കൂടിയിട്ട് ഒരു 101 പേരുണ്ട്. ഇവർ ഗ്രഹങ്ങളെ പോലെ കഴിയുന്നു എന്ന്. യഥാർത്ഥത്തിൽ ഇത് ഗ്രഹങ്ങളല്ല. ഇപ്പം നമ്മളെ ജ്യോതിർഗോളത്തില് ബുധ, ശുക്രൻ എന്ന ഗ്രഹങ്ങളെല്ലാം ഉണ്ട് എന്ന് പറയാം. അതിന്റെ കൂട്ടത്തിൽ രാഹു, കേതു എന്നും പറഞ്ഞിട്ട് 2 പിടിച്ചിട്ടിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ഗ്രഹങ്ങളല്ല, അത് ബലങ്ങളാണ്. പക്ഷെ അതിനെ ഗ്രഹങ്ങളായിട്ടാണ്
ചിത്രീകരിക്കുന്നത്. അതിൻ്റെ പിന്നിലെല്ലാം കുറേ സയൻസ് ഉണ്ട്. അതെങ്ങനെയാണ് ഫലങ്ങളായത് എന്നെല്ലാം പറയുമ്പോൾ വലിയ സയൻസുകൾ അത് വരുന്നുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ഘടനയായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ആ രാഹു കേതുക്കൾ. അതിനെപ്പറ്റിയെല്ലാം പിന്നീട് പറയുന്നുണ്ടെങ്കിൽ അവിടെ പറയാം. അപ്പൊ ആ രണ്ട് പ്രേരക ഘടകങ്ങളും ജ്യോതിഷത്തിൽ ഈ പ്രപഞ്ചത്തിലുണ്ട്. നമ്മളെ സൃഷ്ടി നടക്കുമ്പോൾ, നമ്മളെ ജനിതക ഘടന രൂപം കൊള്ളുമ്പോഴും, പിന്നെ ഗ്രഹങ്ങളിലൂടെ നമ്മളുടെ കർമ്മങ്ങളെ സ്വാധീനിക്കുമ്പോഴും, നാഡീഞരങ്ങളുടെ നടപ്പുകളിലൂടെ സ്വാധീനിക്കുമ്പോഴും സ്വാധീനിക്കുന്ന രണ്ട് ശക്തികളാണ് രാഹുവും കേതുവും. അതെല്ലാം ബലങ്ങളാണ്. മനുഷ്യരൂപത്തിലൊന്നും എടുക്കരുത്. ഇതെല്ലാം എന്ത് സ്വാധീനിക്കുന്നുണ്ട്? നമ്മളുണ്ടാകുമ്പോഴുള്ള ജനിതക ഘടനയിൽ കയറി വരുന്നുണ്ട്. അതുപോലെ നമ്മളെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഗ്രഹങ്ങൾ നമ്മളെ സ്വാധീനിക്കുമ്പോൾ രാഹു ചെയ്ത് പറഞ്ഞില്ല, രാഹു ഇന്നടുത്ത് നിൽക്കുന്നു, മറ്റെടുത്ത് നിൽക്കുന്നു, അതുകൊണ്ട് ഇപ്പം മോശം, ഇപ്പം നല്ല, ഇങ്ങനെയെല്ലാം പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് പുറത്തു നിന്നും നമ്മുടെ സ്വഭാവവിശേഷങ്ങളെയും നമ്മുടെ ജീവിതത്തെയെല്ലാം നയിച്ചുകൊണ്ട് പോകുന്ന ഘടകങ്ങളാണ്. ഇങ്ങനെ കുറേ ഘടകങ്ങൾ ഉണ്ട്. ഇനി 38, 39 ഇനി അതിഥിയുടെ. അപ്പോൾ നേരത്തെ കശ്യപന് 13 പേരെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആ 13 പേരുടെ പേരിൻ്റെ അതിഥി തുടങ്ങിയിട്ടാണ് പറഞ്ഞിരുന്നെങ്കിലും താഴത്ത് നിന്ന് അങ്ങോട്ടേക്കാണ് കശ്യപന് കൊടുത്ത പറഞ്ഞിരുന്നത്. ഇനി അതിഥിയിലേക്ക് വരികയാണ്. കാരണം ഇനി അതിഥിയുടെ വംശം പറയാം. ഇതിലാണ് നാരായണൻ തൻ്റെ അംശമായ വാമനാവതാരമെല്ലാമായിട്ട് അവതരിച്ചിരിക്കുന്നത്. അപ്പൊ അതിഥിയിലൂടെയാണ് ഈ വാമന അവതാരങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഇനി 38, 39 പറയുകയാണ്. അല്ല, ആ കൊടുത്തിരിക്കുന്ന കശ്യപന് കൊടുത്തിരിക്കുന്ന അതിഥി എവിടെയാണ്? കശ്യപന് കൊടുത്തിരിക്കുന്ന 13 പേരിൽ ആദ്യം വരുന്നത് അതിഥിയല്ല. അതിഥിയാണ് ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത്. ആ അതിഥിയില് ഇവിടെ വംശത്തെ പറ്റി പറയാം. അതിഥിയിലൂടെ ഉണ്ടായിരിക്കുന്നത് വിവസ്വന്, കശ്യപാന്. പിന്നെ കശ്യപനില് അതിഥിയിലുണ്ടായ പുത്രന്മാരെ പറ്റിയാണ് പറയേണ്ടത്. അത് പറയാൻ പോവുകയാണ്. വിവസ്വാൻ, അര്യമാവ്, പുഷാവ്, ത്വഷ്ടാവ്, സവിതാവ്, ഭഗൻ, ദാതാവ്, വിദാതാവ്, വരുണൻ, മിത്രൻ, ശക്രൻ, ഗുരുക്രമൻ. ഇതാണ് 12 ദ്വാദശാധിപത്യന്മാർ. ആദിത്യന്മാരുടെ 12 തരമാണ്. സൂര്യനെ 12ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ത്വഷ്ടാവ് എന്ന് പറഞ്ഞാൽ സൂര്യനാണെന്നറിയാം, സവിതാവ് എന്ന് പറഞ്ഞാൽ സൂര്യനാണെന്നറിയാം, പുഷാവ് എന്ന് പറഞ്ഞാൽ സൂര്യനെ. ഇതെല്ലാം പര്യായന്മാരിയാണ് ഉള്ളതെങ്കിലും സൂര്യനെ 12 തരം സൂര്യന്മാരായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ സൂര്യൻ എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സൂര്യൻ 12 തരം സൂര്യന്മാരായിട്ട് തിരിച്ചുകൊണ്ടാണ് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നത്. കാരണം സൂര്യൻ നമുക്കറിയാലോ, മേടമാസത്തിലെ സൂര്യനല്ല ഇടവമാസത്തിലെ സൂര്യൻ, വ്യത്യാസമുണ്ട്. മേടത്തിലെ സൂര്യന് ചൂട് കൂടുതലാണ്, ഇടവത്തിലെ സൂര്യനോ ചൂട് അത്രയില്ല, മഴയെല്ലാം പെയ്യും ചിലപ്പോൾ. ചില കാലത്തെ സൂര്യന് ഭയങ്കര തണുപ്പാണ്. അപ്പോൾ സൂര്യൻ ഒന്നാണെങ്കിലും സ്വഭാവം വെച്ചിട്ട് അതിനെ 12ആയിട്ട് തിരിച്ചിട്ടാണ് ഈ 12 പുത്രന്മാര്. അപ്പം ഈ 12 സ്വഭാവ വിശേഷങ്ങളാണ് ആറ്റങ്ങളിലെ ദക്ഷന്റെ കശ്യപിന് കൊടുത്തിരിക്കുന്ന
ഏത് 13 പുത്രിമാര്. ആ 13 പുത്രിമാരിൽ ഒന്നാണ് അതിഥി. ദക്ഷന്റെ ഒരു പുത്രിയാണ്. കശ്യപന് കൊടുത്ത 13 പുത്രിമാരിൽ ഒന്നാണ് അതിഥി. ദക്ഷൻ എന്ന് പറയുമ്പോൾ ആറ്റം. ആറ്റം എന്ന് പറയുമ്പോൾ ആറ്റത്തിന്റെ ഓർബിറ്റ്. ദക്ഷൻ എന്ന് പറയുമ്പോൾ ആറ്റത്തിലെ ഓർബിറ്റാണ്. ആറ്റത്തിലെ ഓർബിറ്റ് എന്ന് പറയുന്നത് സൂര്യന്റെ ഓർബിറ്റുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. സൂര്യന്റെ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണല്ലോ സൂര്യനായിരിക്കുന്നത്. അപ്പൊ സൂര്യന്റെ ഭ്രമണപഥം ആയിട്ട് ബന്ധപ്പെട്ടുണ്ട്. സൂര്യനായി മാറുമ്പോൾ ആ സൂര്യനെ 12 തരത്തിൽ തിരിച്ചിട്ടുണ്ട്. ഓരോ രാശികളിൽ നിൽക്കുന്ന സൂര്യൻ ഓരോന്നാണ്. ആ സൂര്യൻ ഒരു കുട്ടി ജനിക്കുമ്പോൾ, നേരത്തെ ചന്ദ്രൻ ഒരു നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ സ്വാധീനിക്കുന്നത് പോലെ ഈ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ ജനിതക ഘടനയിൽ ഈ സൂര്യനും സ്വാധീനം ചെലുത്തുന്നുണ്ട്. വ്യത്യസ്ത തരം സൂര്യനും അവനെ സ്വാധീനം ചെലുത്തിയിട്ടാണ് അവൻ്റെ ജനിതഘടനയിൽ മുടിയുടെ സ്വഭാവമെല്ലാം വരുന്നത്. ചിലവർക്ക് മുടി കുറയും, ചിലവർക്ക് നല്ല കുറ്റി കാട് പോലെ വളരും, ചിലവർക്ക് ബലമില്ലാതെ മുടി വരും, ചിലവർക്ക് തടിച്ച മുടി വരും. ഇതെല്ലാം ആ ജനിതക ഘടനയിലാണ് വരുന്നത്. അത് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ സൂര്യൻ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആറ്റങ്ങൾ കൂടിയിട്ടാണല്ലോ കുട്ടിയുടെ ജനിതക ഘടന ഉണ്ടാകുന്നത്. അതിലെ ക്യാരക്ടറിസ്റ്റിക്കിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പം ആ സൂര്യന് 12 തരത്തിലായിട്ടാണ് സൂര്യനെ തരംതിരിച്ചിട്ടാണ് ഇവിടെ 12 പേരുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതെല്ലാം ആറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. മറ്റേത് പുരുഷനാണ്. പുറത്തുള്ള ഭൗതികമായിട്ട് വരുന്ന പ്രേരക ശക്തിയും ദക്ഷന്റെ പുത്രിയിലൂടെ എന്ന് പറയുമ്പോൾ ആറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ചെയിന് വരുന്നത്. ഒരു വലിയ വിഷയമാണ് ഒരു അധ്യായത്തിലൂടെ പറയുന്നത്. എന്നിട്ട് 40 പറയാണ്, വിവസ്വാൻ എന്ന ആ 12 ആദിത്യന്മാരിൽ സ്വപ്നാദേവിയുമായിട്ട് കൂടിയിട്ട് ശാഖദേവൻ എന്ന മനുവിനെയും അപ്പം നമ്മള് വൈവസ്വത മനു സൂര്യനില് ഒരു പ്രത്യേകതരം സൂര്യനില് സ്വപ്നാദേവിയുമായിട്ട് ചേർന്നിട്ട് ശ്രാദ്ധദേവൻ എന്ന മനു ഉണ്ടായി. യമൻ എന്ന ദേവനും യമി എന്ന ദേവിയും ഉണ്ടായി. യമിയാണെങ്കിൽ സ്ത്രീയും പുരുഷനുമായിട്ട് മാറും. ചിലപ്പോൾ സ്ത്രീയാണ്, ചിലപ്പോൾ പുരുഷനാണ്. അതായത് രാശിചക്രത്തില് മെയിലും ഫീമെയിലും ഉണ്ട്. ഒരു രാശി മെയിലാണെങ്കിൽ ഒരു രാശി ഫീമെയിലാണ്. ഈ ജ്യോതിഷം എല്ലാം ഇതിനകത്ത് കയറി വരുമ്പോഴേ. അപ്പം സൂര്യൻ ഒരു രാശിയിൽ ഒരു ഗ്രഹം ഒരു രാശിയിൽ കടക്കുമ്പോൾ ഒരു ഗ്രഹം മെയിൽ രാശിയിലാണ് കിടക്കുന്നുണ്ടെങ്കിൽ അത് മെയിൽ സ്വഭാവം കാണിക്കും. ഫീമെയിൽ രാശിയിലാണ് കിടക്കുന്നുണ്ടെങ്കിൽ ഫീമെയിൽ സ്വഭാവം കാണിക്കും. അതുകൊണ്ട് ഇതിന് ആണും പെണ്ണും സ്വഭാവം വരും. അതുകൊണ്ടാണ് യമി ദേവിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീയായിട്ടാണ്, പക്ഷെ അത് പുരുഷനും ചിലപ്പോഴാവും. യമദേവൻ, യമൻ എന്ന് പറയുന്നതാണ് കാലൻ. മരിക്കാൻ സമയത്ത് കൂട്ടിക്കൊണ്ടുപോകുന്നതിന് കക്ഷിയുണ്ടല്ലോ കാലൻ, അതിൻ്റെ ചുമതല. അത് മരണവുമായിട്ട് ബന്ധപ്പെട്ട അതും നമ്മൾ ജനതഘടനയെ എപ്പം മരിക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒരാൾ ജനിക്കുമ്പം തന്നെ എപ്പോഴാണ് മരിക്കേണ്ടതെന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ജാതകത്തിൽ നോക്കി പറയാൻ ശ്രമിക്കുന്നത്. പക്ഷെ മരണം പറയണമെന്നാണ് വെച്ചിരിക്കുന്നത്. മരണം പറയാൻ പാടില്ല, മോശ സമയമെന്നേ പറയാൻ പാടുള്ളൂ. അപ്പം അതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം ജനിതക ഘടനയിൽ തന്നെ വരുന്നുണ്ട്. എപ്പോഴും ഇവൻ എത്ര വയസ്സ് വരെ ആയുസ്സുണ്ട് എന്നുള്ളത് അത് പുറത്തുള്ള ഗ്രഹങ്ങളും കൂടിയിട്ടാണ്. അപ്പം ആ കാലനാണ്, സൂര്യനാണ്
കാലൻ, സൂര്യന് സ്വപ്നാദേവിയിലുണ്ടായതാണ് കാലൻ. സൂര്യൻ തന്നെയാണല്ലോ നമ്മൾ ആയുസ് തീരുമാനിക്കുന്നത്. കാലം വരുമ്പോഴാണല്ലോ മരിക്കുന്നത്. അപ്പൊ സൂര്യന്റെ പുത്രൻ തന്നെയാണ് കാലൻ. അപ്പൊ ഇതെല്ലാം ഒരു പരസ്പര ബന്ധമുണ്ട്. ഇതെല്ലാം പരസ്പരം ലിങ്ക് ചെയ്ത് വരികയാണ്. യമൻ, യമി എന്ന് പറയുന്നത് വേറൊരു സംഗതിയാണ്. അത് പിന്നീട് നമുക്ക് പറയാം. എന്നിട്ട് അവള് പെൺകുതിരയായിട്ട് ഭവിച്ചിട്ട് ഓടിപ്പോയി. അപ്പം വേറൊരു കഥയിലേക്ക് പോവുകയാണ്. ഈ സ്വപ്നാദേവി എന്ന് പറയുന്നവള് ഒരു പെൺകുതിരയായിട്ട് ഓടിപ്പോയി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ സൂര്യന്റെ അടുത്ത്, ഈ സൂര്യൻ എന്ന് പറയുന്നത് വിവസ്വാൻ എന്ന സൂര്യൻ എന്ന് പറയുന്നത് പണ്ട് ഉണ്ടായ സമയത്തെ സൂര്യനാണ്. സൂര്യൻ പണ്ട് ഉണ്ടാകുമ്പോൾ അതിന്റെ ചൂട് എന്ന് ഭയങ്കരമായിരുന്നു, സഹിക്കാൻ പറ്റാത്ത കാലഘട്ടമായിരുന്നു. അപ്പൊ പ്രപഞ്ചം ഉണ്ടാകുമ്പോഴുള്ള ആദ്യത്തെ സൂര്യൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അപ്പൊ ഈ സ്വപ്നാദേവിക്ക് അടുത്ത് പോയി നിൽക്കാൻ പറ്റുള്ളൂ, ഭർത്താവിന്റെ അടുത്ത് പോകാൻ പറ്റുന്നില്ല. അവളാകെ അന്തം വിട്ടിട്ട് അവളെന്ത് ചെയ്തു എന്ന് വെച്ചാല് അനിയത്തിനെ പിടിക്കാതെ നിർത്തിയിട്ട് പറഞ്ഞ് നീ എൻ്റെ രൂപത്തിൽ ഇവിടെ നിന്നോ, എനിക്കിടെ നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പോക്കാണ്. അനിയത്തിനെ പിടിച്ചാടയാക്കി. എന്നിട്ട് പറഞ്ഞ് നീ എൻ്റെ വേഷത്തിൽ നിന്നോളണം, ഞാൻ ഒരു പെൺകുതിരിയായിട്ട് ഓടിക്കോളാം. കഥ വേറൊരു വഴിക്ക് പോവുകയാണ്. അതിൽ പിന്നെ വരുമായിരിക്കും. വരുമ്പോഴാണെങ്കിൽ എന്തായാലും അവിടെ പറയാം. നമ്മൾ ഈ വഴിക്ക് പോവുകയാണ്, അവിടെ എത്തിയില്ലല്ലോ, പോകുന്ന വഴിക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പെൺകുതിരയായിട്ട് ഓടി അനിയത്തീനെ അവിടെ പിടിച്ചു വെച്ചു. പക്ഷെ അതിന് മുമ്പിൽ കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടികളാണ് ഒന്ന് ശാന്തദേവനും എന്ന മനു. അതിൽ നിന്നാണ് മന്വന്തരങ്ങൾ ഉണ്ടാകുന്നത്. മന്വന്തരത്തിലൂടെ സൂര്യനിൽ നിന്നാണല്ലോ പുതിയ സൃഷ്ടിക്രമം ആരംഭിക്കുന്നത്. അതുകൊണ്ട് മന്വന്തരം അവിടെ നിന്നാണ്. സൂര്യന്റെ പ്രേരക ശക്തി തന്നെയാണ്. ഈ മനുവിലൂടെയാണ് പ്രേരക ശക്തി. അപ്പൊ എല്ലാം പരസ്പരം ലിങ്കുണ്ട്. സൃഷ്ടിക്രമവുമായിട്ട് നമ്മുടെ ജനിതക ഘടനയായിട്ട് എല്ലാം ബന്ധപ്പെട്ട ഒരു കഥയാണ് ഈ പറഞ്ഞു പോകുന്നത്. ഇത് എത്ര വലിയ വിഷയമാണ്. ആവട്ടെ, വേറെ വഴിയൊന്നുമില്ല. എന്നിട്ട് അവള് പെൺകുതിരയായിട്ട് ഭവിച്ചിട്ട് ഭൂമിയിൽ വസിച്ചു. അങ്ങനെ അശ്വനി കുമാരന്മാർക്ക് ജന്മം നൽകി. ആ പറയാൻ കാരണം ഇവള് പെൺകുതിരയായിട്ട് പോയിട്ട് അനിയത്തിനെയും പിടിച്ചിട്ടിട്ടാണ് ഇവളങ്ങ് ഭൂമിയിൽ അങ്ങ് പോയി. അപ്പൊ പിന്നെ സൂര്യന് ആദ്യമൊന്നും മനസ്സിലായില്ല ഇത് ഭാര്യയാണെന്നാണ് വിചാരിച്ചത്, സ്വപ്നാദേവി തന്നെയാണെന്നാണ് വിചാരിച്ചത്. കുറെ കാലം കഴിഞ്ഞപ്പോൾ സംഗതി തിരിഞ്ഞു. അപ്പോഴാണ് പിന്നെ വേറെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. അത് പിന്നെ കഥ വരുമ്പോൾ വരികയാണെങ്കിൽ പറയാം. അപ്പൊ അച്ഛൻ്റെ അടുത്ത് പോയാലും വിശ്വശില്പിയാണ് മറ്റേ കക്ഷി. ഭാര്യൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയത്. അങ്ങനെ പറഞ്ഞ് ഇത് അവളെ കുറ്റം പറഞ്ഞൊന്നും കഴിയില്ല, അവൾക്ക് നിന്റെ അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് ഇത്രയും ചൂടായാൽ എന്ത് ചെയ്യും. അപ്പം വിശ്വശില്പി പിന്നെ ഈ സൂര്യൻ്റെ ചൂടെല്ലാം അങ്ങ് വടിച്ചെടുത്ത് കൊടുത്തു. എഞ്ചിനീയറാണല്ലോ, അങ്ങനെ വടിച്ചിട്ട് ശാന്തമാക്കി മാറ്റി. ശാന്തമാക്കി മാറ്റുന്നുണ്ട്. അതായത് കാലമാണല്ലോ പ്രപഞ്ചം എഞ്ചിനീയറാണല്ലോ, പ്രപഞ്ചത്തിൻ്റെ എഞ്ചിനീയറാണ്. ആദ്യം ഉണ്ടാകുമ്പോൾ ചൂട് കൂടിപ്പോയി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ കുറച്ച് കൊണ്ടുവന്നിട്ടാണ് നമുക്ക് ഇന്ന് സുഖമുള്ള തരത്തിലുള്ള സൂര്യനാക്കി മാറ്റിയിരിക്കുന്നത്. ആ എഞ്ചിനീയർ പഠിച്ചിട്ടാണ്. എന്നിട്ട് സൂര്യൻ പിന്നെ കുതിരയായിട്ട് ഓടുന്നുണ്ട്. ആരെ പിന്നാലെ? ഇവള് കുതിരയായിട്ട് ഓടിയിരിക്കല്ലേ, അപ്പോൾ അവളെ പിന്നാലെ ഇവനും കുതിരയായിട്ട് ഓടി. അങ്ങനെയുണ്ടായ കുതിരകളാണ്, ഇരട്ട കുതിരകളാണ് അശ്വനി കുമാരന്മാർ. അപ്പൊ അശ്വനി കുമാരന്മാരെ പറ്റി നമ്മൾ പണ്ട് വേദത്തിൽ പറയുന്നുണ്ട്, ഒരു ബലത്തെ രണ്ടായിട്ട് എടുക്കാം. റിസോൾവിങ് ദി ഫോഴ്സസ് ഇൻടു ഹൊറിസോണ്ടൽ കോമ്പോണന്റ് ആൻഡ് വെർട്ടിക്കൽ കോമ്പോണന്റ്. ഒരു ഫോഴ്സ് തന്നെ രണ്ട് ബലമാണ്. ആണ് അശ്വനി കുമാരന്മാരുടെ എല്ലാ ഫോഴ്സിന്റെ കൂടി രണ്ടുണ്ടാവും. അതുകൊണ്ട് കുതിര എന്ന് പറയുമ്പോൾ ഫോഴ്സ് ആയിട്ട് എടുക്കണം. അപ്പൊ ഇവള് ഓടിയത് ഫോഴ്സ് ആയിട്ടാണ്, സൂര്യൻ ഓടുന്ന ഫോഴ്സാണ്. ആ ഓടുന്ന ഓട്ടത്തിലൂടെ ഉണ്ടാകുന്ന ബലങ്ങളെയാണ്, ആകർഷണ ബലങ്ങളെയാണ് അശ്വനി കുമാരന്മാരെന്ന് പറയുന്നത്. ആ ബലങ്ങൾ ദ്വയമാണ്.
ഫിസിക്സ് പ്രകാരം ഓരോ ബലവും 2 ബലം കൂടിയതാണ്. ഹൊറിസോണ്ടൽ കോമ്പോണന്റ്, വെർട്ടിക്കൽ. ഇതെല്ലാം നമ്മൾ വേദത്തിൽ പറഞ്ഞതാണ്. അതിൽ നിന്നാണ് ആക്ച്വലി എവിടെയെല്ലാം എത്തിയെന്നൊന്ന് ചിന്തിച്ചു നോക്കും. ഇതെല്ലാം മനസ്സിലാക്കണ്ടെങ്കിൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ സയൻസും പഠിച്ചാലല്ലേ ഇത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അല്ലാതെ ഭാഗവതം കയറിയിട്ട് പിന്നെ പറയാൻ എന്താ പറ്റുമെന്നല്ല, ഭാഗവതം പറഞ്ഞിട്ട് രാധേ രാധേ കൃഷ്ണ കൃഷ്ണ ഇതും പറഞ്ഞിരിക്കാനല്ലാതെ വേറെ എന്ത് ചെയ്യാനാണ് പറ്റുക? ഒരു രക്ഷയില്ല. എവിടെ നിന്ന് തുടങ്ങി എവിടെയെല്ലാം എത്തിയിരിക്കുകയാണ്. ഇനി 21 ഇനി വിവസ്വാനേന് അപ്പൊ അനിയത്തിനെ പിടിച്ചു കെട്ടിച്ചു എന്ന് പറഞ്ഞല്ലോ. അനിയത്തിന്റെ പേരാണ് ഛായാദേവി. അപ്പൊ ഇവൾ ഓടിക്കളഞ്ഞല്ലോ. ഈ ചൂട് കൊണ്ട് വെച്ച അനിയത്തിനെ പറഞ്ഞ് ഈ വേഷം കിട്ടി നിന്നോന്ന് പറഞ്ഞ് ഛായ, അവളുടെ ഛായ. ഇതിനെല്ലാം പല അർത്ഥങ്ങളുണ്ട്. ആ കഥ വരുമ്പോൾ ഈ ഛായ എന്താണെന്നെല്ലാം പറയാം. അതുകൊണ്ട് ആ ഛായ എന്ന് പേര് കൊടുത്തത്. ഛായാദേവിയിലാണ് ശനിഗ്രഹം ഉണ്ടായിരിക്കുന്നത്. ഇനി സാവരണി എന്ന മനു. അപ്പോൾ ഒരു മനു ഈ കാലഘട്ടത്തിൻ്റെയും മറ്റേത് അടുത്ത കാലഘട്ടത്തിൻ്റെയും അടുത്തു വരുന്ന മന്വന്തരത്തിൻ്റെയും മനുവാണ്. ഈ മന്വന്തരത്തിലെ മനുവാണ് ഒന്ന്, മറ്റേത് അടുത്തു വരുന്ന മന്വന്തരത്തിൻ്റെ മനുവാണ്. അത് ഇപ്പോഴേ ഉണ്ടായിരിക്കുകയാണ്. അപ്പം അതെല്ലാം പിന്നെ അവളിൽ ഒരു തപതി എന്ന ഒരു കന്യകയും ഉണ്ടായിട്ടുണ്ട്. ശനി ഉണ്ടായിട്ടുണ്ട്, സാവരണി എന്ന മനു ഉണ്ടായിട്ടുണ്ട്, പിന്നെ തപതി എന്ന ഒരു കന്യകയും ഉണ്ടായിട്ടുണ്ട്. അതിലാണ് അവളാണ് വരുണനെ വരിച്ചത്. അപ്പോൾ ഈ ഓർബിറ്റുകളാണ് വരുണൻ എന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഓർബിറ്റിനെ വരുത്തിച്ചിട്ട് ആ ഓർബിറ്റിലൂടെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. അപ്പൊ വൈകർഷണ മനുവാണ് ഒന്ന്. രണ്ടാമത്തേത് എന്താണ്? അര്യമാവ്. 12 ആദിത്യന്മാർ പറഞ്ഞല്ലോ. അര്യമാവ് മാതൃക എന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ട് കൃതജ്ഞന്മാരായ ചർഷണികൾ, ഇതിലാണ് മനുഷ്യജാതികളെല്ലാം ഉൾപ്പെടുന്നത്. മനുഷ്യജാതികളെല്ലാം ഇതിലൂടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതിലുണ്ടായിരിക്കുന്നത്. ഇനി 43 പറയുകയാണ്. മൂന്നാമത്തത് പുഷാവാണ്. 12 തിരിച്ചിട്ടുണ്ടല്ലോ മക്കള്. അതിൽ 3 പുഷാവ്. അവർക്ക് വലിയ സന്താനമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവർക്കൊരു കഥയുണ്ട്. അതിന് സന്താനമില്ലാതായി പോയി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ദക്ഷന്റെ നേർക്ക് കോപിച്ച ശിവൻ, ദക്ഷന്റെ നേരെ ഒരു ശിവൻ കോപിച്ച കഥയെല്ലാം അറിയാം. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പല്ല് വെളിയിൽ കാണിച്ചിട്ട് ചിരിച്ചു പോലും. അത് കണ്ടിട്ട് ശിവൻ ശപിച്ചു കളഞ്ഞു. എന്തിന്? നിന്റെ പല്ലെല്ലാം പോകട്ടെ, നീ ചവച്ചരച്ച ഭക്ഷണം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. ചവച്ച് നിന്നെ കൊണ്ട് നിന്നാൻ പറ്റില്ല. ചവച്ചരക്കാതെ എല്ലാം അരച്ച ഭക്ഷണം മാത്രമേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്. ഈ പുഷാവിൻ്റെ കുഴപ്പമാണ്. അവന് പല്ലൊന്നുമില്ല, അരച്ചതേ കഴിക്കൂ. അപ്പം ഈ സ്വഭാവ വിശേഷങ്ങൾ മനുഷ്യരിലും ഉണ്ടാക്കുന്നുണ്ട്. ഇനി 44 തൊഷ്ടാവ്, വേറൊരു ഇതിലുണ്ടായ പുത്ര 12 പേരിൽ ഒന്ന്, സൂര്യൻ്റെ തന്നെ. അത് രജനീയനാണ് കല്യാണം കഴിച്ചത്. ദൈത്യന്മാരുടെ അനുജത്തിയാണ്. അതിലാണ് സന്നിവേഗൻ ഉണ്ടായത്. സന്നിവേഗനും പിന്നെ വിശ്വരൂപനും ഉണ്ടായത്. പിന്നെ 45 പറയുകയാണ്. ഒരിക്കൽ ഇന്ദ്രനാൽ അഭിമാനിതനായ ദേവഗുരുവായ ബൃഹസ്പതി, വേറൊരു കഥയിലേക്ക് പോവുകയാണ്. ഇതുവരെ ഇങ്ങനെ പറഞ്ഞല്ലോ, ഇനി ഒരു കഥ പറയാമെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട്. ഷിപ്പ് കയറുന്ന അറിഞ്ഞുകൊണ്ട് എന്നാൽ പിന്നെ ഒരു കഥയിലേക്ക് ഇനി കയറാം. ഒരിക്കൽ ഇന്ദ്രൻ അപമാനിതനായ ഇന്ദ്രനാൽ അപമാനിതനായ ദേവഗുരുവായ ബൃഹസ്പതി ഇന്ദ്രൻ്റെ ഗുരുവായി തീർക്കുന്നവനാണ്. ഒരു ദിവസം ദേഷ്യം പിടിച്ചിട്ട് അപമാനിക്കപ്പെട്ടപ്പോൾ ബൃഹസ്പതി അങ്ങ് പോയി കളഞ്ഞു. അപ്പം ഒരു ഗുരു വേണമെന്നില്ല, താൽക്കാലികമായിട്ട്
അപ്പം ദേവന്മാർ ആരെയാണ്, ഈ വിശ്വരൂപനെയാണ് ഗുരുവായിട്ട് പിന്നെ താൽക്കാലികമായിട്ട് അവിടെ പോസ്റ്റ് ചെയ്തത്. ഈ വിശ്വരൂപന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഇന്ദ്രന്റെ ശത്രുവായ ദൈത്യന്മാരുടെ സഹോദരി, അല്ല അനുജത്തി, ദൈത്യന്മാരുടെ അനുജത്തിനെ രചന അവളെയാണ് തൊഷ്ടാവ് കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലുണ്ടായ പുത്രനാണ്. അതുകൊണ്ട് അതും ദൈത്യന്മാർ തന്നെയായിരിക്കുമല്ലോ. ആ ദൈത്യന്മാരിൽ പെടുന്നതാണ് ഈ വിശ്വരൂപൻ. അപ്പോൾ ആ വിശ്വരൂപനെയാണ് ഇന്ദ്രനെ എന്ത് ചെയ്തിരിക്കുന്നത്, ഗുരുവായിട്ട് ഇവിടെ ദൈത്യന്മാരുടെ സഹോദരിയുടെ പുത്രനായ വിശ്വരൂപനെയാണ് ആചാര്യനായി വെച്ചത്. എപ്പോൾ ഇന്ദ്രനാൽ അപമാനിതനായ ഇന്ദ്രന്റെ ഗുരു ബൃഹസ്പതി സ്ഥലം വിട്ടപ്പോൾ തൽക്കാലത്തെ ഗുരുവായിട്ട് ദൈത്യന്മാരുടെ അനിയത്തിയിലുണ്ടായ കുട്ടിയെ, അതായത് വിശ്വരൂപനെയാണ് ആചാര്യനായി വെച്ചിരിക്കുന്നത്. ആ കഥ ഇനി പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതെന്നെല്ലാം വിട്ട് പ്രപഞ്ച സൃഷ്ടി എവിടെയല്ലോ എന്തെല്ലോ പറഞ്ഞ് പ്രപഞ്ചം ഉണ്ടാകുന്നതും സൂര്യനും ഗ്രഹങ്ങളും എല്ലാം കൂടി നമ്മുടെ ജനിതഘടനയിൽ വരുന്ന കാര്യങ്ങളും എല്ലാം കൂടിയിട്ട് പറഞ്ഞു വെച്ചിട്ട് അതിൽ സൂര്യൻ ഉണ്ടായ കാലത്തുള്ള കാര്യങ്ങളും എന്തെല്ലാമോ വിഷയങ്ങൾ ചേർത്ത് വെച്ചിട്ട് സൃഷ്ടിക്രമം പറഞ്ഞിട്ട് എന്നും പറയാനുണ്ട്. കാരണം എന്നും കഴിഞ്ഞില്ലല്ലോ, അതിഥിയിലെത്തിയിട്ടില്ല. അതിഥിയിലൂടെയല്ലേ ഇത് സൃഷ്ടിക്രമം. ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് തോന്നിയത് കൊണ്ട് നമുക്ക് വേറൊരു കഥയിലേക്ക് കടക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തിയിരിക്കുകയാണ്. അത് അടുത്ത കഥയിൽ കേൾക്കാം.